بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ليس البر أن تولوا وجوهكم قبل المشرق والمغرب ولكن البر من آمن بالله واليوم الآخر والملائكة والكتاب والنبيين وآتى المال على حبه ذوي القربى واليتامى والمساكين وابن السبيل والسائلين وفي الرقاب وأقام الصلاة وآتى الزكاة والموفون بعهدهم إذا عاهدوا والصابرين في البأساء والضراء وحين البأس أولئك الذين صدقوا وأولئك هم المتقون صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين الإيمان بضع وستون شعبة الحياء شعبة من الإيمان صدق شفيعنا رسول الله صلى الله عليه وسلم يا خير من دفنت بالقاع يعظمه فطاب من طيبهن القاع واللكم نفسي الفداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم أنت النبي الذي ترجى شفاعته على الصراط إذا ما زلت القدم وصاحباك فلا أنساهما أبدا مني السلام عليكم ما جرى القلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم സർവാദരണീയരായ ഉസ്താദുമാരെ, കാരണവന്മാരെ, രക്ഷിതാക്കളെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന ഇൽമിൻ്റെ മജ്ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല
എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കുന്ന പുണ്യകർമ്മങ്ങളിൽ ഒന്നായി നമ്മുടെ ഈ സദസ്സ് അവൻ സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ദീൻ നന്നായി പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും മറ്റുള്ളവർക്ക് അത് കാണിച്ചു കൊടുക്കാനുള്ള അവസരത്തിനും അള്ളാഹു നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നാമുമായി ബന്ധമുള്ള ധാരാളം ആളുകൾ, മുഅ്മിനാത്തുകൾ ഈ അടുത്തും മറ്റുമായി നമ്മിൽ നിന്ന് പിരിഞ്ഞു പോയവരുണ്ട്. നമ്മുടെ പരിസരങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവരടക്കം എല്ലാവരുടെ ഹദറത്തിലേക്കും ഈ സദസ്സിൻ്റെ ബറക്കത്ത് അള്ളാഹു എത്തിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈമാൻ എന്നത്. ഞാൻ ആമുഖങ്ങളൊന്നും നീട്ടാതെ കുറഞ്ഞ വിഷയങ്ങൾ സംസാരിക്കേണ്ടതുണ്ട്. അതാ നേരെ വിഷയത്തിലേക്ക് കിടക്കുന്നത്. അള്ളാഹു നൽകിയ അനുഗ്രഹമാകുന്ന ഈമാൻ അത് കൂടുകയും കുറയുകയും ചെയ്യും എന്നതാണ് പണ്ഡിതന്മാരുടെ വലിയ ഒരു പക്ഷത്തിൻ്റെ അഭിപ്രായം. ലോകപ്രശസ്ത പണ്ഡിതനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സ്വഹീഹ് ബുഖാരിയിൽ ധാരാളം തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് മഹാനവർകൾ അത് പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു നൽകിയ അനുഗ്രഹമാകുന്ന ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും. ഈമാൻ എങ്ങനെയാ കൂടുന്നത്? ഈമാൻ കൂടാൻ കാരണമാകുന്ന ആരാധനകൾ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും രൂപപ്പെടുത്തൽ കൊണ്ട് ഈമാൻ വർദ്ധിക്കും. ഈമാനിന് കേടുപാട് പറ്റുന്ന തരത്തിലുള്ള വാക്ക്, പ്രവൃത്തി, ചിന്താധാരകളെ കൊണ്ട് ഈമാൻ കുറയുകയും ചെയ്യും. അപ്പൊ അള്ളാഹു നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഈ ദുനിയാവിലെ നമ്മുടെ ജീവിതം അല്ല. അത് പലർക്കും അള്ളാഹു നൽകിയിട്ടുണ്ട്. ഇവിടെയുള്ള സൗകര്യങ്ങളോ സംവിധാനങ്ങളോ ഒന്നുമല്ല. അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഈമാനാണ്. ആ ഈമാനിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ അവസാന സമയം വരെ കഴിച്ചുകൂട്ടാനും ഈമാനിലായി മൗത്താകാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളായിട്ടല്ലാതെ, മുസ്ലിങ്ങളായിട്ടല്ലാതെ ഇവിടുന്ന് നിങ്ങൾ മരിച്ചു പിരിയരുത് എന്ന് അള്ളാഹുവിൻ്റെ ഒരു വസിയ്യത്താണ്. സദാസമയത്തും നമ്മൾ അതിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഈമാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈമാൻ പിടിച്ചു നിർത്തുന്നതിന്, ഈമാനെ പരിപോഷിപ്പിക്കുന്നതിന്, നാൾക്ക് നാൾ ഈമാനെ വർദ്ധിപ്പിക്കുന്നതിന് തഖ്വ അനിവാര്യമാണ്. ഈമാനും തഖ്വയും രണ്ടും സജീവമായി കൊണ്ടുപോകുന്നതിന് നമുക്കെല്ലാവർക്കും വേണ്ടത് ഇൽമാണ്. മുഖ്യമായി ഏതെല്ലാമാണ് ഈമാനിന് പോറലേൽക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയെന്നുള്ളത് നല്ലോണം ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. മഹാന്മാരായ സ്വഹാബത്ത് ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്നത് ഈമാനിന് പരിക്ക് പറ്റുന്ന വിഷയങ്ങളിൽ വലിയൊരു വിഷയമാണ് നിഫാഖ്. അത് ഏതെങ്കിലും വാക്കിലോ പ്രവൃത്തിയിലോ വന്നേക്കുമോ എന്ന ഒരു പേടി അവർക്ക് ശക്തമായി ഉണ്ടായിരുന്നു. വലിയ പണ്ഡിതനായ ബഹുമാനപ്പെട്ട ഇബ്നു സീരീൻ റളിയല്ലാഹുവിന്റെ കഴിവ് കൊണ്ടാണ് എന്നൊരു ചിന്ത എന്റെ മനസ്സിൽ നീ വരുത്തരുത്. എനിക്കിതിലൊരു കഴിവുമില്ല, എനിക്ക് ഈ വിഷയത്തിൽ ഒരു പങ്കുമില്ല. നിന്റെ കഴിവ് കൊണ്ട്, നിന്റെ നിശ്ചയം കൊണ്ട് മാത്രമാണ് ഇത് നടത്തിയത്. മനുഷ്യനായ എനിക്ക് നിന്നെ അനുസരിക്കാനും നിന്നെ വഴിപ്പെടാനും മാത്രമേ കഴിയുകയുള്ളൂ. സഹോദരന്മാരെ, നമ്മൾ അന്വേഷിച്ചു നോക്കിയാൽ മിക്ക രോഗികളുടെയും രോഗത്തിന്റെ അളവുമായി ബന്ധപ്പെട്ട് വൈദ്യന്മാര്, ഡോക്ടർമാര് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദിക്കല്?
ശോധന എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. രോഗത്തിന് കുടിക്കുന്ന മരുന്നൊക്കെ പരിശോധിച്ച് അവർ ചോദിക്കും, ഒരു ദിവസം എത്ര പ്രാവശ്യമുണ്ട്? 2 ദിവസം കൂടുമ്പോൾ 1 പ്രാവശ്യമാണെന്നൊക്കെ പറഞ്ഞാൽ ഗുളിക ഒന്നുകൂടി സ്ട്രോങ് ആക്കി ചെയ്തു. നാം ഭക്ഷിച്ച ഭക്ഷ്യവസ്തുക്കളെല്ലാം യഥാവിധി ഓരോ റൂട്ടിലൂടെ ചെന്ന് അതൊക്കെ പാകപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പുറത്തേക്കത് പുറന്തള്ളാനുള്ള സമയമാകുമ്പോ നമുക്കതിന്റെ അവസരവും ശക്തിയും കഴിവും തന്ന് അതിനുവേണ്ടി നാം സെറ്റപ്പായിരുന്ന് 5 മിനിറ്റ് നേരം ഉപയോഗപ്പെടുത്തി നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്ന ഒരാശ്വാസം, സന്തോഷം എത്രയാ! ഒരാഴ്ചക്കാലം ഒരിക്കൽ പോലും മൂത്രമൊഴിക്കാൻ കഴിയാത്തൊരു മനുഷ്യന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാണുന്ന ആളുകൾ പ്രത്യേകിച്ച് ചിന്തിച്ചു പോകും, അല്ലാഹുവേ നിന്റെ ഒരു കഴിവല്ലാതെ മനുഷ്യന് ഇതിലൊരു പങ്കുമില്ല. അപ്പൊ നമ്മളെ മനസ്സിൽ എന്നെ കൊണ്ടാണ് എന്നൊരു ചിന്ത വന്നുപോയാൽ അത് വിശ്വാസത്തിന് എതിരാണ്, നിഫാഖാണ്, കാപ്പട്യമാണ്. എനിക്കിതിലൊരു കഴിവില്ല. എന്ത് കഴിവാണുള്ളത്? എല്ലാവർക്കും അങ്ങനെ സ്വന്തമായ കഴിവുണ്ടെങ്കിൽ ഇത്രയും തോന ആളുകൾ കെട്ടിക്കിടക്കോ? ഇത്രയും അധികം മരുന്നുകൾ മിനൻ നിഫാഖ്. നിഫാഖിന്റെ സ്വഭാവങ്ങൾ സ്വീകരിക്കരുത് സഹോദരന്മാരെ. ഈമാന് കാരണം മുഅ്മിനീങ്ങളോട് ചേരുന്നത് സ്വിദ്ഖാണ്, സത്യമാണ്, സത്യസന്ധമായ സമീപനമാണ്, വാക്കുകളാണ്, പ്രവർത്തികളാണ്. അതിനെതിരായ ശൈലിയാണല്ലോ കള്ളം പറയുക എന്നത്. നിങ്ങൾ നോക്ക്, കളവ് എത്രമാത്രം പെരുത്തിട്ടുണ്ട്. എന്തെല്ലാം വാർത്തകളാണ് ആളുകൾ പറഞ്ഞും മെസ്സേജായൊക്കെ അയച്ചുവിടുന്നത്. മിക്കതും ആലോചിച്ചു നോക്കുമ്പോ, പഠിച്ചു നോക്കുമ്പോ, കേട്ടു നോക്കുമ്പോ പിന്നീട് പലതും പതുക്കെ തിരുത്തുകയാണ്. അപ്പൊ ആദ്യം എഴുതി വിട്ടതും കുറെ ആളുകളെ കേൾപ്പിച്ചതും അവർ വിശ്വസിച്ചതും അവർ തെറ്റിദ്ധരിച്ചതും ഒക്കെ കൂട്ടി നോക്കുമ്പോ എത്രമാത്രം വലിയ കളവായി. വിശ്വാസത്തോട് ചേരാത്തൊരിക്കലും ചേർക്കപ്പെടാൻ പറ്റാത്ത വിഷയമാണിത്. ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധിക്കണം. പ്രവർത്തന രംഗത്ത് സ്വഹാബത്തൊക്കെ പേടിച്ചിരുന്നൊരു സന്ദർഭമുണ്ട്. ഇപ്പോഴും നമ്മളെ നാട്ടിലുണ്ടെങ്കിൽ പല ആളുകളെയും അവർ വിലയിരുത്തും. സ്വഹാബത്ത് പള്ളിയിലേക്ക് ഇങ്ങനെ നോക്കും, ജമാഅത്തിലേക്ക് നോക്കും. ഇശായിന്റെ ജമാഅത്തിന് കാണുന്നില്ല, സുബീന്റെ ജമാഅത്തിനും കാണുന്നില്ല. അപ്പൊ അവര് പറയും ആൾക്കെന്തോ നിഫാഖ് ഉണ്ട്. അങ്ങനെ വിലയിരുത്തിയാൽ ഔട്ടായി പോകുന്ന ആൾക്കാർ എത്ര ഉണ്ടാവും, അകത്തുള്ളവർ എത്ര ഉണ്ടാവും, ചിന്തിച്ചു നോക്കി. പ്രത്യേകിച്ച് ഈ സമയത്ത് സുബൈ വാങ്ങൊരു 4:30 കൊടുക്കുമ്പോ സുബൈ നിസ്കരിക്കുന്നുണ്ടോ നോക്കിയിട്ടല്ല കേട്ടോ, പിന്നെ ജമാഅത്തിന് വരുന്നത് നോക്കിയിട്ട്. ആരെ? പുരുഷന്മാരെ വീക്ഷിക്കുന്നത്. സ്വഹാബത്ത് അങ്ങനെ തീരെ അങ്ങനെ കാണാത്ത ആളുകളെ പറ്റിയിട്ട് ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ, നിഫാഖിന്റെ സ്വഭാവം. നിഫാഖിന്റെ ഒരു സ്വഭാവം ഉണ്ട് ആൾക്ക്. എന്തേ? സുബൈന്റെ ജമാഅത്തിന് തീരെ കാണില്ല, ഇശായിന്റെ ജമാഅത്തിന് തീരെ കാണില്ല. അന്ന് സൗകര്യങ്ങൾ കുറഞ്ഞ കാലത്താണ് വിലയിരുത്തൽ. ഇന്ന് സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ പവർഫുള്ളായി നിൽക്കുന്ന കാലത്തെ വിലയിരുത്തുമ്പോ പിന്നെ അങ്ങനെ കണക്കാക്കാൻ ഉണ്ടാവുള്ളൂ. അല്ലാതെ കണക്കാക്കപ്പെടുന്ന ആൾക്കാർ എത്ര കുറയും? ഇത് ഞാൻ എന്റെ വക പറഞ്ഞതല്ല, മഹാന്മാരായ സ്വഹാബത്തിന്റെ വീക്ഷണം അങ്ങനെയായിരുന്നു. അവരൊരാളെ പരിഗണിക്കുന്നു, നോക്കുന്നു, അങ്ങനെയാണ്. കാരണം മുനാഫിഖീങ്ങൾക്ക് ഏറ്റവും പ്രയാസമുള്ള 2 നിസ്കാരമാണ്, ജമാഅത്താണ്, ഇശാന്റെ ജമാഅത്ത്, സുബീന്റെ ജമാഅത്ത്. അന്നത്തെ കാലത്ത്. ഇന്നു സംഗതി അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഉൾക്കൊണ്ടാലും വേണ്ടി ഉൾക്കൊള്ളുണ്ടെങ്കിലും വേണ്ടില്ല, വിഷയങ്ങൾ പഠിക്കണല്ലോ. ഈമാന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, പുരുഷന്മാർ എഴുന്നേറ്റ് സുബ്ഹിന്റെ ജമാഅത്തിന് പള്ളിയിൽ വരിക എന്നുള്ളത് ഈമാനിന്റെ ഒരു പ്രത്യേക അടയാളമാണ്. അതൊരു ഈമാൻ തന്നെയാണ്, സമ്മതിക്കേണ്ടതന്നെയാണ്. അപ്പൊ ഉസ്താദേ, ആ പള്ളിയിൽ വരുന്ന ആൾക്കാർ കുറെ കുഴപ്പമുണ്ടായിക്കോട്ടെ, കുഴപ്പമില്ലാത്തവരാരവിടെ? ആ കുഴപ്പങ്ങളൊക്കെ നീങ്ങാനുള്ള ഒരു മാർഗം കൂടിയാണ് ആ വരവ്. സ്വന്തം വീട്ടിൽ ഉറങ്ങാനുള്ള സ്ഥലമില്ലാഞ്ഞിട്ടല്ല, ഉറങ്ങിയാൽ വീട്ടിലെ കുടുംബിനികൾ ആക്ഷേപിച്ചത് കൊണ്ടുമല്ല,
പിന്നെയോ ഈമാനിന്റെ മൂർച്ച കൊണ്ട് നടന്നിറങ്ങുന്നു. അയൽവക്കക്കാരൊക്കെ വീട്ടിൽ നിന്നിറങ്ങുന്ന ജോലിക്ക് പോകുമ്പോഴാണ്, അല്ലെങ്കിൽ പഠനത്തിനോ മറ്റോ പോകുമ്പോഴാണ്. ഈ വ്യക്തി അങ്ങനെയല്ല. അയാള് സുബഹിന്റെ വാങ്ക് കൊടുത്തു കഴിഞ്ഞ് ജമാഅത്താകുമ്പോഴേക്ക് പള്ളിയിലെത്തുന്നു, ഉള്ള സൗകര്യങ്ങൾ മാനിച്ച് എത്തുന്നു. ആ മനുഷ്യനെ വിലയിരുത്തുന്നത് ഈമാനിന്റെ പേരിലാണ്. ഞാൻ എന്റെ സഹോദരന്മാരോട്, പുരുഷന്മാരോട് ഈ വിഷയം പറയുമ്പോ, ഉമ്മമാരെ, നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പഴയ കാലത്തെ ഉമ്മമാർ, പഴയകാലത്തെ പത്നിമാർ, ഇണകൾ, അവരുടെ ഭർത്താക്കന്മാര് സ്വർഗത്തിലും കൂടെയുണ്ടാകണമെന്ന സന്തോഷത്തോടെ സുബഹി വാങ്ങ് കൊടുക്കുമ്പോഴേക്ക് എഴുന്നേൽപ്പിച്ച് പള്ളിയിലേക്ക് പറഞ്ഞേക്കാൻ പ്രചോദനം നൽകുമായിരുന്നു. നിങ്ങളൊന്ന് പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിച്ചു വരൂ എന്നൊരു സംസാരം കേൾക്കുന്നത് ഇപ്പോൾ കുറവാണ്. ജുമയാണെങ്കിലൊക്കെ ചോദിക്കും, നിങ്ങൾ ജുമയ്ക്ക് പോകുന്നില്ലേന്ന്. ജുമയ്ക്ക് മാത്രമല്ല, മുമ്പ് ജമാഅത്തിന് പോകാൻ വേണ്ടി സ്വന്തം മക്കളോട് നിർദ്ദേശിക്കുന്നു, മരുമക്കളോട് നിർദ്ദേശിക്കുന്നു. അതുപോലെ തന്നെ ഭർത്താക്കന്മാരോട്, ഉപ്പമാരോട് നിർദ്ദേശിക്കുന്നു. അതിനുവേണ്ടി എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുകയാണ്. അതിനുവേണ്ടി പ്രചോദനങ്ങൾ നൽകുകയാണ്. നേരത്തെ എഴുന്നേറ്റവരെ വിളിച്ചുകൊണ്ട് അവർക്ക് പോകാൻ നല്ല ഒരു ചായയും മറ്റുമൊക്കെ കാച്ചി കൊടുക്കുകയാണ്. സന്തോഷപുരസ്സരം പള്ളിയിലേക്ക് പോകാനുള്ള മാർഗങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഇനി 5:30 വാങ്കാകുമ്പോ നമ്മുടെ പള്ളികളിലൊക്കെ 2 സഫ് അല്ലേ? അതിന് 5:30 ആകണം വാങ്ക്. അതുവരെ പടച്ചവനോട് പറ, ചെറിയൊരു വിശ്രമം, ഒന്നും കരുതരുത് കേട്ടോ, ചെറിയൊരു വിശ്രമം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കറങ്ങി വരണം. ഇപ്പൊ 4:37 കൊടുക്കണ ആ സൂചി ഒന്ന് ഇങ്ങനെ കറങ്ങി തിരിച്ചിങ്ങനെ വരണം. എന്നിട്ട് ഏകദേശം ഒരു 3/4 മണിക്കൂർ അങ്ങോട്ട് കഴിയുമ്പോ പതുക്കെ ഇനി പോകേതാലും. കാരണം നമ്മളെ വാച്ചിലെ ആ സൗണ്ട് മുഴങ്ങുന്ന സമയം ഇപ്പോഴാണ് കൃത്യമായത്. നമ്മളെ വാച്ചിലെ സൗണ്ട് മുഴങ്ങൽ എപ്പോഴാണെങ്കിലും 5:45 അപ്പൊ ഇപ്പോഴാകുമ്പോ ഒരു 5:30 വാങ്ങി കൊടുത്താൽ ഒരു 5:45 ആകുമ്പോഴേക്ക് എങ്ങനെയെങ്കിലൊക്കെ തട്ടിക്കൊടഞ്ഞ് എഴുന്നേറ്റ് നമ്മൾ എത്തുന്നു. വിശ്വാസത്തിന്റെ ദൗർബല്യം കൊണ്ടാണ്. ഈമാനുള്ള മനുഷ്യനെ അങ്ങനെ കിടന്നുറങ്ങാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾ പറയും, ഉസ്താദെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു നാട്ടിൽ അങ്ങനെ ഉണ്ടാവുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു നാട്ടിൽ എത്ര കുറവായിരിക്കുമല്ലോ, അത്ര കുറവേ ഉണ്ടാവുള്ളൂ. ഈമാന് ശരിക്ക് പരിപോഷിപ്പിച്ചു കൊണ്ട് നടക്കുന്ന ആളുകൾ ഒരു നാട്ടിൽ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞ ഹദീസിലും അങ്ങനെ തന്നെയല്ലേ ഉള്ളത്. സയ്യിദുനാ ആദം അലൈഹിസ്സലാം അവരോട് അള്ളാഹുവിന്റെ കൽപ്പന വരുന്നു, ആദം നബിയെ, നിങ്ങളുടെ മുതുകിൽ നിന്നാണല്ലോ സർവ മനുഷ്യരെയും ഞാൻ ഭൂമിയിലേക്ക് വിട്ടത്. ആ മുതുകിൽ നിന്ന് നരകത്തിലേക്കുള്ള വിഭാഗത്തെയും സ്വർഗത്തിലേക്കുള്ള വിഭാഗത്തെയും ഒന്ന് പുറത്തെടുക്കൂ ആദം നബിയേ. ആദം അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്നു, എത്രയാണ് അതിന്റെ കണക്ക്? ആ സമയത്ത് അല്ലാഹു പറയുന്നത്, മിൻ കുല്ലി അൽഫിൻ 999 ഇലന്നാർ. 1000 സംഖ്യയിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന് 999 നരകത്തിലേക്ക് പോകട്ടെ, 1 സ്വർഗത്തിലേക്ക് പോകട്ടെ. ഇവിടെയാ നമ്മൾ വിലയിരുത്തേണ്ടത് വിശ്വാസ രംഗത്തുള്ള കുറവ്. നോക്കൂ സഹോദരങ്ങളെ, 1000 ആളുകൾ നരകത്തിലേക്ക് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുതുകിൽ നിന്ന് പറഞ്ഞേക്കുമ്പോ 1 മെമ്പർ മാത്രമേ സ്വർഗത്തിലേക്കുള്ളൂ. ശരീരത്തിന്റെ കുറവാണോ? അല്ല. സൗന്ദര്യത്തിന്റെ കുറവാണോ? അല്ല. സൗകര്യങ്ങളുടെ കുറവാണോ? അല്ല. ഈമാനിന്റെ കുറവാണ്. വേറെ ഒന്നുമല്ല, ഈമാനിന്റെ ഒരു കുറവാണ്. 10,000 ആളുകൾ നരകത്തിലേക്ക് പോകുമ്പോ 10 ആളുകളെ സ്വർഗത്തിലേക്ക് പോകുന്നുള്ളൂ. നമ്മൾ നല്ല കരുതലോടെ ശ്രദ്ധിക്കണം. അള്ളാഹു നൽകിയ അനുഗ്രഹമാകുന്ന ഈമാൻ ഒരിക്കലും ലാഘവത്തോടെ കണ്ടു കളിക്കരുത്. ഉള്ള ആയുഷ്കാലം ഈമാന്റെ പരിപോഷണത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യണം.
ഈമാന്റെ പരിപോഷണത്തിന് വേണ്ടി വേണ്ട തഖ്വ സ്വീകരിക്കണം. ആ തഖ്വയിൽ അധിഷ്ഠിതമായി നമ്മുടെ ഈമാനെ കാത്തു സൂക്ഷിക്കാൻ എന്ത് കഠിനാധ്വാനവും നമ്മൾ ചെയ്യണം. ഉമ്മമാരെ, ആ തഖ്വയുടെ അടയാളങ്ങളായിട്ട് വിശുദ്ധ ഖുർആൻ എണ്ണിയ ഒരു ആയത്താണ് ഞാൻ നിങ്ങളെ മുന്നിൽ സൂചിപ്പിച്ചത്. ഇരിക്കട്ടെ, ഈമാനിന്റെ എതിർചേരികളായിട്ടുള്ള കുഫ്ർ, നിഫാഖ്, റിദ്ദത്ത് ഇതൊന്നും വരരുത്. പരത്തി പറയേണ്ടതാണ്. ഞാൻ സൂചനക്ക് പറയട്ടെ, മുർത്തദ്ദാകുന്ന കാലം അതിക്രമിച്ചു പോയി. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചില്ലറ വിവരങ്ങളുള്ള ആളുകൾ വരെ റിദ്ദത്തിലേക്ക് പോയി കൊണ്ടിരിക്കുന്നു. ഒരു വാക്കാണ് അതിന് കാരണം, ഒരു ചിന്തയാണ് അതിന് കാരണം, ഒരു എഴുത്താണ് അതിന് കാരണം, ഒരൊറ്റ മെസ്സേജാണ് അതിന് കാരണം. മുർത്തദ്ദായി പോകുന്നു. ഒരു ദിവസം ഒരുപാട് ആളുകൾ, കൊല്ലങ്ങളോളം ഈമാനിലായി നടന്ന ആളുകൾ രാവിലെയാകുമ്പോഴേക്ക് ജനങ്ങളൊക്കെ തിരിച്ചറിയുന്നു. നീ അറിഞ്ഞോ? എന്ത്? ഇന്നലെ രാത്രി ഒരാൾ മുർത്തദ്ദായി, നീ അറിഞ്ഞോ? അഥവാ അയാൾ യുക്തിവാദിയായി, നിരീശ്വരവാദിയായി ജനങ്ങൾ കേൾക്കുന്നു. അയാളോ കുറച്ചൊക്കെ വിവരമുള്ള ആളല്ലേ. നമ്മൾ നല്ലോണം കഠിനാധ്വാനം ചെയ്ത് അള്ളാഹു നൽകുന്ന ഇൽമു നല്ലോണം സൂക്ഷിക്കണം. വീണ്ടും വീണ്ടും ഇൽമിയായ കാര്യങ്ങൾ കൂടുതലാക്കണം. റിദ്ദത്തിന്റെ വിഷയങ്ങൾ ധാരാളമുണ്ട്. നിസ്സാര കാര്യങ്ങളെ കൊണ്ടുവരെ ഇസ്ലാമിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു പോകും. നീ നിസ്കരിക്കാൻ വരുന്നില്ലേ എന്ന് ഒരാളെ വിളിച്ചപ്പോ, നിസ്കരിച്ചിട്ട് എന്ത് കിട്ടാനാണ് എന്ന് ചോദ്യമില്ലേ? ഒരു ചോദ്യം. നിസ്കരിച്ചിട്ട് എന്ത് കിട്ടാനാ? നോമ്പ് നോറ്റിട്ട് എന്ത് കിട്ടാനാണ്? ഇത് കൊണ്ടൊന്നും സമ്പത്ത് കിട്ടൂലല്ലോ എന്നൊരാൾ ലാഘവത്തോടെ പറഞ്ഞാൽ, നിസ്സാരവൽക്കരിച്ചുകൊണ്ടുള്ള വാക്കുകൊണ്ട് അയാൾ മുർത്തദ്ദായി പോകുന്ന ഞാൻ പറഞ്ഞതല്ല. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു എണ്ണി പറയുന്നു. ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു എണ്ണി പറയുന്നു റിദ്ദത്തിന്റെ കാര്യങ്ങൾ. ഒരാൾ വന്നിട്ട് നമ്മളോട് പറയാം, ഞാൻ നിങ്ങളെ ഇസ്ലാമിനെ പറ്റി പഠിച്ചപ്പോ എനിക്ക് വലിയ സന്തോഷം തോന്നി. എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം, ഞാൻ ഇസ്ലാമിലേക്ക് വന്നിട്ടൊന്ന് സന്തോഷത്തോടെ ജീവിക്കണം. അപ്പൊ ഒരു മുസ്ലിം പറയാണ്, വെറുതെ അതിൽ പോയി കുടുങ്ങാൻ നിൽക്കണ്ട കേട്ടോ, ഈ പറഞ്ഞ ആൾ ഔട്ടായി പോയി. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? അയാൾ ആ കുഫറിൽ നിൽക്കുന്നതാണ് ഇയാൾക്ക് ഇഷ്ടം എന്നല്ലേ? അതല്ലേ അതിന്റെ അർത്ഥം? അപ്പൊ ഔട്ടായി പോയി. ഉസ്താദെ ആളങ്ങനെ കരുതൂലല്ലോ, പിന്നെ എങ്ങനെ പറയണ്? ഈ പറച്ചിലതിന്റെ തെളിവല്ലേ? നീ സുഹൃത്തെ പെട്ടെന്നൊന്നും അങ്ങനെ മാറണ്ട, നല്ലോണം ചിന്തിച്ച് മാറിക്കോ. നിയമങ്ങളൊക്കെ കുറച്ച് കാർക്കശ്യാണ്. അപ്പൊ ഈ നിയമങ്ങളൊന്നും പരിഗണിക്കാനും പരിപാലിക്കാനും എനിക്ക് കഴിയില്ല എന്നൊരു ഭാഷ അതിന്റെ ഉള്ളിലുണ്ട്. ഇസ്ലാമിനെ പറ്റി ഒന്ന് പറഞ്ഞു തരുമെന്ന് നമ്മളോടൊരാൾ ചോദിക്കുമ്പോ അതൊന്നും ഇപ്പൊ പറഞ്ഞുതരാൻ പറ്റിയൊരു സംഗതിയല്ല. ഇസ്ലാമിനെ പറ്റി നീ അങ്ങനെ പഠിച്ചിട്ട് വെറുതെ അങ്ങോട്ട് മുസ്ലിം ആകാൻ നിൽക്കണ്ട, നിനക്കൊണ്ടൊന്നും താങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആളെ കൊണ്ട് ഇസ്ലാം ഏറ്റു നടക്കാൻ കഴിയില്ല എന്നാണ് അതിന്റെ ഒന്നാമത്തെ അർത്ഥം. അപ്പൊ മറ്റൊരാള് കുഫറിൽ നിൽക്കുന്നത് ഇവന് ഇഷ്ടാണ്, സന്തോഷാണ്. അതുകൊണ്ടാണ് ആ വർത്തമാനം പറഞ്ഞത്. ഇത്ര മതി സഹോദരങ്ങൾ, ചെറുതുമതി. ഇസ്ലാമിന്റെ നിർബന്ധമായൊരു നിയമം നിങ്ങൾ നോക്ക്, നിർബന്ധമായൊരു നിയമം. ഉദാഹരണമായിട്ട് ഞാൻ പറയാം, നമ്മുടെ സഹോദരിമാരൊക്കെ തലയിൽ തട്ടമിടൽ ഇസ്ലാമികമായ വിഷയത്തിൽ വീക്ഷണത്തിൽ എന്താണ്? ഉജൂബല്ലേ? നിർബന്ധല്ലേ? സുന്നത്താ? നിർബന്ധാണ്. അപ്പൊ ആ തട്ടമിടുന്ന വിഷയം ഒരു പെണ്ണങ്ങോട്ട് എതിർത്തു എന്ന് കൂട്ടിക്കൊള്ളു. മുഖമക്കന ധരിക്കുന്ന അങ്ങോട്ട് എതിർത്തു. ആ ഒരു വിഷയത്തിൽ മാത്രം ഇസ്ലാമിനെ തേജോവധം ചെയ്തു. അപ്പൊ അല്ലാഹു തആല നിർബന്ധമാക്കിയ ഒരു നിർബന്ധത്തെ ചോദ്യം ചെയ്ത് അതിനെ നിസ്സാരവൽക്കരിച്ച് അവഗണിച്ച് തള്ളി ഇസ്ലാമിനെതിരെ കരിവാരിത്തേച്ചാൽ എന്താ പിന്നെ അതിന്റെ പേര്? അതിന്റെ പേരാണ് മുർത്തദ്. ആള് പുറത്തായി പോയി. ഒരു നിർബന്ധത്തെ നിസ്സാരവൽക്കരിച്ചു, ഒരു ഹറാമിനെ സൗന്ദര്യവൽക്കരിച്ചു. അതൊന്നും ഇപ്പൊ സംഗതി അങ്ങനെ ഹറാമാകേണ്ടിയില്ല കേട്ടോ. സത്യത്തിൽ ഹറാമാണ്. പക്ഷെ ഇയാളെ വീക്ഷണത്തിൽ ഇയാൾക്കത് ഹറാമായാലും വലിയൊരു ഇഷ്ടക്കേടുണ്ട്. മൂപ്പർക്ക് സഹിക്കാൻ പറ്റണില്ല. എന്താണ് ഇപ്പൊ അല്ലാഹു തആല ഹറാമാക്കിയത് എനിക്ക് മനസ്സിലാണില്ല. അല്ലാഹ് ഹറാമാക്കിയാണ് സ്വീകരിച്ചാ പോരെ, വിശ്വസിച്ചാ പോരെ? എന്താണ് അല്ലാഹ് ഹറാമാക്കിയത്? അല്ലാഹു തആല ഹറാമാക്കിയ വിഷയങ്ങളല്ലേ? ബന്ധങ്ങളിൽ നിങ്ങൾ നോക്ക്, ബന്ധങ്ങളിൽ വളരെ കർശനമായിട്ട് അല്ലാഹു തആല പറഞ്ഞില്ലേ?
നോക്കാൻ പറ്റിയവരും പറ്റാത്തവരും, വിവാഹബന്ധം പറ്റിയവരും പറ്റാത്തവരും. ഒരാൾ ചിന്തിക്കണം, എന്താ ഇപ്പൊ അല്ലാഹു തആല സ്വന്തം പെങ്ങളെ കെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞ്? അത് കുറച്ച് ക്രൂരായിപ്പോയി. അള്ളാഹ് ഹറാമാക്കിയല്ലേ. ഹുജ്ജിമത്തലൈക്കും ഉമ്മഹാത്തുക്കും ബനാത്തുക്കും അഖവാത്തുക്കും, നിങ്ങളെ സഹോദരിമാരെ നിങ്ങൾക്ക് ഹറാമാക്കപ്പെട്ടിരിക്കുന്നു, ഓലെ വിവാഹം ചെയ്യാൻ പറ്റൂല. അപ്പൊ ഒരാളെ ബുദ്ധി കൊണ്ട്, എന്താ ഇപ്പൊ ഈ പെങ്ങളും മറ്റേ പെണ്ണും രണ്ടും പെണ്ണന്നല്ലേ? യുക്തി, അതും ഒരു പെണ്ണെന്നെയാണ്, ഇതൊരു പെണ്ണെന്നല്ലേ, എന്താ പിന്നെ വ്യത്യാസം? ടോർച്ചടിച്ചിട്ടൊരു വ്യത്യാസം കാണുന്നില്ല. ഇതൊരു പെണ്ണാണ്, അതൊരു പെണ്ണാണ്, രണ്ടും പെൺവർഗത്തിൽപ്പെട്ടതാണ്. അല്ലാഹു തആല നിഷിദ്ധമാക്കിയിലൊന്നും കാര്യമായിട്ടൊന്നുമില്ല, ആണ് കല്യാണം കഴിക്കുക. ആ നിയമത്തെ തന്നെ ചോദ്യം ചെയ്താൽ മതി, വിവാഹം ചെയ്തോണമെന്നില്ല. ഇസ്ലാം ഔട്ടായി. ഞാൻ ഉദാഹരണം പറയാം. ഇതാ പോലെ നോക്കാൻ പാടില്ല, പോലെ നോക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ അങ്ങനെ നോക്കിയിട്ട് ഇപ്പൊ എന്ത് സംഭവിക്കാനവിടെ? അവിടെയാണ് സഹോദരങ്ങളെ നമ്മുടെ തഖ്വയുടെ മേൽവിലാസം കിടക്കുന്നത്. നിയമങ്ങൾ സൂക്ഷിക്കുന്നിടത്താണ് യഥാർത്ഥ തഖ്വ. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇസ്ലാമിന്റെ നിയമങ്ങൾ സൂക്ഷിക്കുന്നതാണല്ലോ തഖ്വ എന്ന് പറയുന്നത്. ഇംതിസാലു അവാമിരില്ലാഹി തആല വജ്തിനാബു നവാഹി. തഖ്വയുടെ മൊത്തം ഒരു ചുരുക്കം അങ്ങനെ പറയാം. അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിധേയപ്പെടുക, ചോദ്യം ചെയ്യരുത്. അള്ളാഹു ആ കൽപ്പിച്ചതിൽ മനുഷ്യന് വലിയ സൗന്ദര്യമുണ്ട്, ഗുണമുണ്ട്, ദുനിയാവിലും ആഖിറത്തിലും സന്തോഷമുണ്ട്. വജ്തിനാബു നവാഹി, അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ കൈവടിയുക, അത് വർജിക്കുക, അതിൽ നിന്ന് ദൂരത്താവുക. രണ്ട് കാര്യങ്ങളും കൂടുമ്പോഴാണ് തഖ്വയുണ്ടായിത്തീരുന്നത്. അള്ളാഹുവിന്റെ കൽപ്പനകൾ ചോദ്യം ചെയ്യാതെ അനുസരിക്കാൻ പാകപ്പെട്ട ശരീരവും മനസ്സുമാകണം നമ്മുടെ ശരീരവും മനസ്സും. അപ്പോഴാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ, തഖ്വയുടെ ഒരു ഭാഗം നമ്മിൽ വരുന്നത്. അള്ളാഹുവിന്റെ കൽപ്പനയല്ലേ, ഏതെല്ലാം ഭാഗങ്ങളിലൂടെയാണ് അല്ലാഹു തആല കൽപ്പിക്കുന്നത്. ആ കൽപ്പനകളെല്ലാം അംഗീകരിക്കാനുള്ള നല്ലൊരു കഴിവ് നേടിയെടുക്കണം. ചോദ്യം ചെയ്യാതെ അനുസരിക്കാനുള്ള ഒരു കഴിവ്. അല്ലാഹു തആല നിർബന്ധമാക്കിയ നിർബന്ധങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല, അതിന്റെ യുക്തി അന്വേഷിച്ച് പിന്മാറുന്നില്ല. എനിക്കതിന്റെ യുക്തി തിരിയാത്തത് കൊണ്ട് ഞാനത് സ്വീകരിക്കുന്നില്ല എന്ന് പറയുന്നില്ല. അള്ളാഹു അങ്ങനെ കൽപ്പിച്ചില്ലേ, ഞാനത് അംഗീകരിക്കുന്നു. നിന്റെ ബുദ്ധിയിൽ ഒരു പക്ഷെ അതിന്റെ യുക്തി ഉദിച്ചില്ല, അത് നിന്റെ ബുദ്ധിയുടെ കുറവ് കൊണ്ടാണ്. യുക്തി അന്വേഷിക്കാൻ നിന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുമില്ല. യുക്തി അന്വേഷിച്ച് കിട്ടിയെങ്കിൽ മാത്രം സ്വീകരിച്ചാൽ മതി എന്ന് അള്ളാഹു പറഞ്ഞിട്ടുമില്ല. അള്ളാഹു കൽപ്പിച്ചതാണോ, ഞാനത് അംഗീകരിക്കുന്നു. വളരെ അധികം ദേഷ്യം പിടിക്കുന്ന സമയത്ത് പോലും അള്ളാഹുവിന്റെ കൽപ്പനകൾ അംഗീകരിച്ചു മഹാന്മാർ. അള്ളാഹു ഇങ്ങനെയാ കൽപ്പിച്ചത് കൊണ്ട് നിങ്ങൾ മാറി ചിന്തിക്കരുത്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ പറയുന്നു ഉമർ തങ്ങളോട്, ഉമർ തങ്ങളെ, വല്ലാഹി മാ തുഅതീനൽ ജസൽ വലാ തഹ്കും ഫീനാ ബിൽ അദ്ൽ. നിങ്ങൾ ഞങ്ങൾക്ക് തരേണ്ടത് കൂടുതലായി തരുന്നില്ല. ബൈത്തുൽ മാലിലെ സ്വത്തൊക്കെ നിങ്ങൾ അങ്ങനെ പൂട്ടിവെക്കുകയാണ്. ആരോടാ പറയുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവോട്. കണക്കനുസരിച്ച് കൃത്യമായിട്ട് ഓരോ കുടുംബങ്ങളിലേക്കും പൊതുഖജനാവിൽ നിന്ന് സക്കാത്തിന്റെ വിഷയത്തിലും അല്ലാതെയും കൊടുക്കുന്ന ആളാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഒരു ചില്ലിക്കാശ് പോലും ഉമർ റളിയല്ലാഹു അൻഹു അതിൽ നിന്ന് എടുക്കാറില്ല. അത് അറിയപ്പെട്ട സംഭവമാണ്. ഈ മനുഷ്യൻ വന്നിട്ട് വിമർശനത്തോടെ പറയുന്നു, മാ തുഅതീനാ ബിൽ ജസൽ, നിങ്ങൾ ഞങ്ങൾക്ക് കൂടുതൽ തരുന്നില്ല, പിശുക്കി വെക്കാണ്. വലാ തഹ്കും ഫീനാ ബിൽ അദ്ൽ, നീതിപരമായി നിങ്ങൾ വിധി നടത്തുന്നില്ല ഉമർ റളിയല്ലാഹുവിനോട്. അപ്പൊ ഉമർ റളിയല്ലാഹുവിനോട് കോപിച്ചു. ആ മനുഷ്യനെ രണ്ട് അടിക്കണം എന്നുള്ള നിലക്ക് ഉമർ റളിയല്ലാഹുവിന് എഴുന്നേറ്റപ്പോഴേക്ക് അപ്പുറത്തുനിന്നൊരു സ്വഹാബി പറഞ്ഞു, ഉമർ തങ്ങളെ, അല്ലാഹു തആല പറയുന്നുണ്ട് ഇതുപോലത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ വല്ലതും പറയാൻ വേണ്ടി വന്നാൽ ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅരിൽ അനിൽ ജാഹിലീൻ, വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കണം, നല്ലത് കൽപ്പിക്കണം. വിവരമില്ലാത്ത വിവരദോഷികൾ എന്തെങ്കിലും പറയുമ്പോ അത് നെവർമൈൻഡ് ആയി കളയണം, അത് ശ്രദ്ധിക്കണ്ട, മെയിൻറ്റെയിൻ ചെയ്യണ്ട എന്നാ അള്ളാഹു പറയുന്നത്. ആ ആയത്തണ്ട് ഓതിക്കൊടുത്തപ്പോ ഉമർ റളിയല്ലാഹു അൻഹു തണുത്തു. അല്ലാഹു തആല എങ്ങനെ പറഞ്ഞൂന്ന് ഒരു സ്വഹാബി ഇപ്പുറത്തുനിന്ന് ഒരു ആയത്ത് ഓതിക്കൊടുത്തപ്പോഴേക്ക് അങ്ങോട്ട് അനുസരിച്ചു. പിന്നെ ഒരാക്ഷൻ എടുക്കേ, എന്തെങ്കിലും ആ മനുഷ്യനെ നടപടി എടുക്കൊന്നുമില്ല. വൈന്ന ഹാദാ മിനൽ ജാഹിലീൻ,
പറഞ്ഞ അള്ളാഹു കാര്യമാക്കണ്ടെന്ന് പറഞ്ഞ ജാഹിലീങ്ങൾ പെട്ട് ഒന്ന് തന്നെ എഴുതും, വിഷയാക്കണ്ടെന്ന്. എന്നാ പോയിക്കോട്ടെ കണ്ടോ. നമ്മളോട് അങ്ങനെ ഒരു ആയത്തോതിട്ട് ഇങ്ങളെ അള്ള പറഞ്ഞ കടക്കട്ടെ, ഇവിടെ ഇപ്പൊ ഞാൻ പറഞ്ഞാ നടക്കണത്. അതിലപ്പുറം ഇല്ലില്ല എന്നല്ലേ മനുഷ്യന്മാർ ചിന്തിക്കുന്നത്. അങ്ങനെ അള്ളാഹുത്താല പറഞ്ഞു കൊടുക്കട്ടെ, അതൊക്കെ പരലോകത്തേക്കുള്ളതല്ലേ. അള്ളാഹുത്താല പറഞ്ഞു പരലോകത്തേക്കുള്ള, ദുനിയാവിലല്ലേ തഖ്വയും കാര്യങ്ങളൊക്കെ ആർജിച്ചെടുക്കേണ്ടത്. അതിന്റെ സൗന്ദര്യം കാണേണ്ട ലോകമാണ് മരണാനന്തര ലോകം. തഖ്വയുടെ സൗന്ദര്യം ശരിക്ക് കാണേണ്ട ലോകമാണത്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ആ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതത്തിന് വിശുദ്ധ ഖുർആൻ പറയുന്ന അടയാളങ്ങൾ നോക്ക് നിങ്ങൾ. വിശ്വാസപരമായും കർമ്മപരമായും ആത്മീയപരമായും സാമ്പത്തികമായും മുത്തഖീങ്ങളെ പറ്റി അല്ലാഹു തആല ഖുർആനിൽ എണ്ണി പറഞ്ഞപ്പോ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പഠിപ്പിച്ച 177ാമത്തെ ആയത്താണ് ഞാൻ ഓതിയത്. ലൈസൽ ബിർറാൻ തുവല്ലൂ വജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്. ലൈസൽ ബിർറാൻ തുവല്ലൂ വജൂഹകും, നിങ്ങളുടെ മുഖങ്ങൾ കിഴക്ക് ഭാഗത്തേക്കും പടിഞ്ഞാറ് ഭാഗത്തേക്കും തിരിക്കുന്നത് മാത്രമല്ല ഗുണമെന്ന് പറയുന്നത്. പടിഞ്ഞാറോട്ട് നിന്നിട്ട് പ്രാർത്ഥന നടത്തി, കിഴക്കോട്ട് നിന്നിട്ട് പ്രാർത്ഥന നടത്തി. സത്യത്തിൽ ആ വിഷയം പറയുന്നത് മദീനയുടെ കിഴക്കും പടിഞ്ഞാറും രണ്ട് ഭാഗത്തേക്ക് നിന്ന് ആരാധിക്കുന്ന ആളുകൾ ക്രൈസ്തവരും ജൂതന്മാരുമാണ്. മദീനയിൽ സഹോദരന്മാരെ പോയവർക്കറിയാം, കിഴക്ക് പടിഞ്ഞാറിലല്ല ഖിബിലയുള്ളത്, നേരെ എതിർദിശയിലാണ്. മദീനയിൽ നമ്മളെ നാട്ടിലെ പോലെയല്ല ഖിബില. നമ്മളെ നാട്ടിൽ ഖിബില പടിഞ്ഞാറേക്കും ഖിബിലയുടെ പിൻഭാഗം കിഴക്കിലേക്കും പറയും. അവിടെ എങ്ങനെയല്ല, അവിടെ നേരെ തെക്ക് വടക്കിലാണ്. അപ്പൊ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിയുന്നത് അത് വലിയ കാര്യമായിട്ട് കൊണ്ടു നടക്കുന്ന വേദഗ്രന്ഥക്കാരോട് പറയുന്നു. അതല്ല സത്യത്തിൽ ഗുണമെന്ന് പറയുന്നത്. വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. യഥാർത്ഥ ഗുണമെന്താണെന്നറിയോ? ഈമാനാൻ. മൻ ആമന ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചു. അതുപോലെ തന്നെ വൽ യൗമിൽ ആഖിർ, അന്ത്യനാൾ കൊണ്ട് വിശ്വസിച്ചു. വൽ മലായികത്തി, മലക്കുകളെ കൊണ്ടും വിശ്വസിച്ചു. വൽ കിതാബി, അല്ലാഹുവിന്റെ കിതാബുകളെ കൊണ്ടും വിശ്വസിച്ചു. വൻ നബിയീൻ, എല്ലാ നബിമാരെ കൊണ്ടും വിശ്വസിച്ചു. ജൂതന്മാർക്ക് എല്ലാ നബിമാരെയും വിശ്വാസമല്ല, ക്രിസ്ത്യാനികൾക്കും എല്ലാ നബിമാരെയും വിശ്വാസമല്ല. എല്ലാ നബിമാരെയും വിശ്വസിച്ചവരാരാണ്? മുഅ്മിനീങ്ങളാണ്. മുഅ്മിനീങ്ങൾ ഒറ്റ നബിമാർക്കിടയിലും ഭിന്നാഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല. നമ്മളെല്ലാവരും സാധാരണ എല്ലാ ദിവസവും ഓതൽ സുന്നത്തുള്ള 2 ആയത്തുകളിൽ ആദ്യത്തെ ആയത്തിൽ നമ്മൾ പറയാറില്ലേ, ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി ആമന الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله. അള്ളാഹുവിന്റെ മുർസലുകൾക്കിടയിൽ ഒരാൾക്കിടയിലും നമ്മൾ വിവേചനം കാണിക്കുന്നില്ല. ഒരു നബിയെ വിശ്വസിക്കും, മറ്റേ നബിയെ തള്ളിപ്പറയും. അങ്ങനെ ഒരു വിശ്വാസം നമുക്കില്ല. നമ്മൾ ഈസാ നബിയെയും വിശ്വസിക്കുന്നു, മൂസാ നബിയെയും വിശ്വസിക്കുന്നു, സർവ്വ അമ്പിയാക്കളെയും വിശ്വസിക്കുന്നു. മൂസാ നബി അലൈഹിസ്സലാമിനെ വിശ്വസിക്കുന്ന ചില ആളുകൾക്ക് ഈസാ നബിയെ വിശ്വാസമല്ല. ഈസാ നബിയെ വിശ്വസിക്കുന്ന ചിലർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വാസമില്ല. നമ്മളെ വിശ്വാസം അങ്ങനല്ല. എല്ലാ നബിമാരെ കൊണ്ടും വിശ്വസിക്കുന്നുണ്ട്. ഒറ്റ നബിമാർക്കിടയിലും വിവേചനം കാണിക്കുന്നില്ല. കിതാബുകളെ കൊണ്ട്, എല്ലാ കിതാബുകളെ കൊണ്ട് വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ തൗറാത്ത് കൊണ്ട് വിശ്വസിക്കുന്നുണ്ട്, ഇഞ്ചീൽ കൊണ്ട് വിശ്വസിക്കുന്നുണ്ട്, സബൂർ കൊണ്ട് വിശ്വസിക്കുന്നുണ്ട്, ഫുർഖാനുൽ അലീം കൊണ്ട് വിശ്വസിക്കുന്നുണ്ട്, അല്ലാഹു തആല അംബിയാഇന് നൽകിയ ഏടുകളെ കൊണ്ട് വിശ്വസിക്കുന്നുണ്ട്. എല്ലാ കിതാബും കൊണ്ട് വിശ്വസിക്കുന്നുണ്ട്. ഇഞ്ചീൽ കൊണ്ട് വിശ്വസിക്കുന്ന ചില ആളുകൾ ഖുർആൻ കൊണ്ട് വിശ്വസിക്കുന്നില്ല. തൗറാത്ത് കൊണ്ട് വിശ്വസിക്കുന്ന ചില ആളുകൾ ഖുർആൻ കൊണ്ട് വിശ്വസിക്കുന്നില്ല. നമ്മളെ വിശ്വാസം അങ്ങനെ എല്ലാ കിതാബുകളെ കൊണ്ടും വിശ്വസിക്കുന്നു, എല്ലാ മലക്കുകളെ കൊണ്ടും വിശ്വസിക്കുന്നു. എല്ലാ മലക്കുകളെ കൊണ്ടും നമുക്ക് നല്ല വിശ്വാസമാണ്. അതേ സമയത്ത് നിങ്ങൾ നോക്ക്, യഹൂദികൾക്ക് അവർക്ക് വലിയ എതിർപ്പുള്ള മലക്കാണ് ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീലിനോട് ഭയങ്കര ദേഷ്യമാണ് യഹൂദികൾക്ക്. കാരണം എന്താ? ജൂതന്മാരെ സർവ്വ പദ്ധതിയും പൊളിക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം ഇവിടെ വന്ന് പറഞ്ഞു കൊടുക്കല്ലേ. അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയും ആ വിഷയം പോയി പറഞ്ഞു കൊടുക്കാൻ. ജൂതന്മാരല്ലേ സഹോദരങ്ങളെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ വേണ്ടി എല്ലാ അടവും നോക്കിയത്.
ഒരു വീട്ടിലേക്ക് സൽക്കാരത്തിന് വിളിച്ചു. സൽക്കാരത്തിന് വിളിച്ചിട്ട് ആ വീടിന്റെ മേൽക്കൂരയിൽ 2-3 ആളുകളെ നിർത്തി തങ്ങൾ ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങുമ്പോ തലക്ക് കല്ലിടാൻ വേണ്ടി. ആ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, വന്ന വഴിക്ക് പോകണ്ട, ഈ വഴിക്ക് പോയിക്കോളിന്ന്. മറ്റോലിങ്ങനെ കാത്തു നിന്ന് കല്ലും പിടിച്ചിട്ട്. പിന്നെ കുറെ കഴിഞ്ഞ് നോക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറെ അപ്പുറത്തെത്തിയതാ കാണുന്നത്. ഈ വിവരം വന്ന് പറഞ്ഞു കൊടുത്താരാ? ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ജൂതന്മാര് സിഹ്ർ ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. വിവരം വന്ന് കൃത്യമായി പറഞ്ഞു കൊടുത്തതാരാ? ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അതുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ഭയങ്കര ദേഷ്യമാണ് ജൂതന്മാർക്ക്. ക്രൈസ്തവർക്കും അങ്ങനെ തന്നെയാണ്. നമ്മളെല്ലാ മലക്കുകളെ കൊണ്ടും വിശ്വസിക്കുന്നു. ഒരു മലക്കളോട് നമുക്ക് ദേഷ്യമില്ല. എല്ലാ മലക്കുകളെ കൊണ്ടും വിശ്വസിക്കുന്നു. അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, യൗമുൽ ആഖിറിൽ വിശ്വസിക്കുന്നു. ഇത് നമ്മുടെ സഹോദരന്മാരെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. സത്യത്തിൽ ഇതാണ് ഏറ്റവും വലിയ ഗുണം. വിശ്വസിക്കേണ്ട എല്ലാ മേഖലകളിലും വിശ്വസിക്കണം. മുസ്ലിങ്ങളെ കൂട്ടത്തിൽ തന്നെ മലക്കുകളിൽ വിശ്വാസമില്ലാത്ത കൂട്ടരുണ്ട്, കിതാബുകളിൽ വിശ്വാസമില്ലാത്ത കൂട്ടരുണ്ട്, നബിമാരിൽ വിശ്വാസമില്ലാത്ത കൂട്ടരുണ്ട്, യൗമുൽ ആഖിറിൽ വിശ്വാസമില്ലാത്ത കൂട്ടരുണ്ട്, അള്ളാഹുവിൽ തികഞ്ഞ വിശ്വാസമില്ലാത്ത കൂട്ടരുണ്ട്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവുമായി ബന്ധപ്പെട്ട് വിശ്വാസരംഗത്ത് വൈകല്യം ബാധിച്ച ധാരാളം ആളുകളുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ടൊരു വിഭാഗമാണ് മുജസ്സിമത്ത്. അല്ലാഹു തആലാക്ക് കയ്യും കാലും ഒക്കെ ഫിറ്റ് ചെയ്ത വിഭാഗം. റബ്ബ് തആലാക്ക് കൈയുണ്ട്, അല്ലാഹു തആലാക്ക് ഇടത്തെ കൈയുണ്ട്, വലത്തെ കൈയുണ്ട്. ഇങ്ങനെ തുടങ്ങി അല്ലാഹു തആലാക്ക് ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് അല്ലാഹു തആലാനെ വികലാംഗനായി ചിത്രീകരിക്കുന്ന വിഭാഗം മുജസ്സിമത്ത്. അവര് പേരുകൊണ്ട് മുസ്ലിങ്ങളാണ്, പക്ഷേ പിഴച്ച വിഭാഗക്കാരാണ്. ശരിക്കും മഹാന്മാര് വിശ്വസിച്ച വിശ്വാസം വിശ്വസിക്കണം. മഹാന്മാരായ സ്വഹാബത്ത് താബീങ്ങൾ എന്താണോ പഠിപ്പിച്ച വിശ്വാസം അതിൽ നിന്ന് മാറാൻ പാടില്ല. അതിൽ നിന്ന് മാറി ചിന്തിച്ചവരാണ് വികല വിശ്വാസക്കാരായ ആളുകൾ. അവരങ്ങനെ തന്നെ എഴുതുന്നത്. ഇന്നും അവർ എഴുതി വെച്ച പരിഭാഷകൾ, ഖുർആൻ വ്യാഖ്യാനങ്ങൾ എന്നൊക്കെ പേരിൽ ഇറക്കിയതിൽ കാണാം. അതുകൊണ്ടല്ലേ തെറ്റിദ്ധരിക്കപ്പെടുന്നത്. ഇബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. നമ്മൾ എന്താ മഹാന്മാർ നമുക്ക് പകർന്നു തന്ന ആയത്തിലെ തഫ്സീർ എന്താണ്, അർത്ഥം എന്താണ്? അല്ലാഹു തആലാന്റെ പരിശുദ്ധമായ ദാത്ത് അതിവിടെ ശേഷിക്കും. അവര് വെക്കുന്ന അർത്ഥം എന്താ? മുഖം ശേഷിക്കും. മുഖം ശേഷിക്കും എന്ന് പറയുമ്പോൾ ഒരാൾ ചിന്തിക്കൂലേ, കാലില്ല, അതിന്റെ അപ്പുറത്തുള്ളതുമില്ല, കയ്യുമില്ല, അതുപോലെ തന്നെ മാറുമില്ല, എന്ത് മാത്രം? മുഖം മാത്രം, തലയില്ല. അപ്പൊ എന്താ വരിക? ഒരു വൈകല്യമായ ചിന്തയാണല്ലോ വരുന്നത്. മുഖം മാത്രം ശേഷിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ സത്യത്തിൽ അവിടെ അർത്ഥം വെക്കേണ്ടത് അങ്ങനെയല്ല എന്ന് ഖുർആൻ മുഫസ്സിറുകളൊക്കെ പറഞ്ഞാലും അത് അംഗീകരിക്കൂല. അംഗീകരിക്കാത്തതുകൊണ്ടല്ലേ മലയാളത്തിൽ അങ്ങനെ തന്നെ എഴുതിയത്. പിന്നെ ഖുർആനിൽ വിശ്വാസമുണ്ടോ? നബിമാരിൽ വിശ്വാസമുണ്ടോ? നബിമാരിൽ വിശ്വാസമല്ല. നമ്മളൊക്കെ വിശ്വസിക്കുന്നു ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം അല്ലെ. മൂസാ നബി അലൈഹിസ്സലാം ഒരു പാറക്കടിച്ചപ്പോ അല്ലാഹു തആല അടിക്കാൻ വേണ്ടി പറഞ്ഞില്ലേ, ഒരു പാറക്കടിക്കാൻ പറഞ്ഞു. ആ പാറയിൽ നിന്ന് എത്ര അരുവികളാ പൊട്ടിയിറങ്ങിയത്? ഫംഫജറത്ത് മിൻഹു ഇസ്നത അശ്റത ഐന. 12 അരുവികൾ. ഒരൊറ്റ അടി അടിച്ചിട്ടുള്ളൂ, 12 അരുവികൾ പൊട്ടിയൊലിച്ചു. എന്താ നിരീശ്വരവാദി ചിന്തിക്കുന്നത്? ഒരു പാറമ്മലോ ഒരു അടി അടിച്ചുമ്പോ 12 അരുവിയോ? നോക്ക് നിങ്ങൾ, വിശ്വാസക്കുറവാണ്. ഇന്ന് പൊന്തി മുളച്ചു വരുന്ന വിശ്വാസ ദൗർബല്യം ഞാൻ പറയുന്നത്. ഇങ്ങനെ മനുഷ്യൻ ചിന്തിച്ചാൽ പിന്നെ അവന്റെ ഈമാൻ എവിടെ? അടിക്കാൻ കൽപ്പിച്ചതാരാണ്? അടിക്കുന്നതാരാണ്? രണ്ടും മനസ്സിലാക്കണം, രണ്ടും ചിന്തിക്കണം. അടിക്കാൻ കൽപ്പിച്ചത് അല്ലാഹുവാണ്. പാറക്കടിക്കാൻ വേണ്ടി കൽപ്പിച്ചത് അല്ലാഹുവാണ്. ആ പാറക്ക് അടിച്ചതോ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമാണ്. അതൊരു സാധാരണ വ്യക്തിയല്ല, കലീമുല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുർസലീങ്ങളിൽ വലിയ മഹത്വം കൊടുത്ത ആളുകളല്ലേ. മിൻഹും മൻ കല്ലമല്ലാഹ്. അല്ലാഹു സംവദിച്ച മുർസലീങ്ങൾ അവർ വലിയ മഹത്വമുള്ളവരാണ്. 313 മുർസലീങ്ങളിൽ വ്യത്യസ്ത ഗ്രേഡുള്ള ആളുകളുണ്ട്. അവരിൽ വലിയ ഉന്നതരാണ് അല്ലാഹു തആല സംവദിച്ച മഹാന്മാർ. അതിൽപ്പെട്ട മഹാനാണ് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. ആ മൂസാ നബി അലൈഹിസ്സലാമാണ് വടി പിടിച്ച് അടിച്ചത്. അപ്പൊ അത് സാധാരണ ആളല്ല അടിച്ചത്.
കൽപ്പനയും സാധാരണ ആളിൽ നിന്നല്ല, അള്ളാഹുവിന്റെ നിശ്ചയത്തോടെയുള്ള കൽപ്പനയാണ്. അതങ്ങ് നിറവേറ്റിയപ്പോൾ 12 അരുവികൾ പൊട്ടി ഒഴുകി 12 ഗോത്രങ്ങൾക്ക്. അപ്പൊ അത് വിശ്വസിക്കാൻ കഴിയാത്ത ആൾക്കാർ എങ്ങനെ വിശദീകരിക്കാന്നറിയോ? അത് പൊതുവേ പാറന്റെ അടിയിൽ എന്തുണ്ടാവും? വെള്ളം ഉണ്ടാവും. അപ്പൊ ആ വടി കൊണ്ട് ഇങ്ങനെ ഒന്നിങ്ങനെ തുറന്നപ്പോ എന്തായി? 12 നീരുറവ് അങ്ങനെ പൊട്ടി വയ്ക്കുന്നു. എങ്ങനെയുണ്ട്? അവര് വിശദീകരിച്ച് കൊളാക്കണത്. കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരൊറ്റ അടി അടിച്ചു. പിന്നിൽ വരുന്ന ശത്രുക്കളിൽ നിന്ന്, ഫിർഔനിൽ നിന്നും, ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്നും കൂടെയുള്ള വിശ്വാസികളെ രക്ഷപ്പെടുത്താൻ അല്ലാഹു തആല പറഞ്ഞു, വൗഹൈനാ ഇലാ മൂസാ അനിദ്രിബ് ബിഅസ്വാക്കൽ ബഹർ. മൂസാ നബി ആ സമുദ്രത്തിൽ ഒരു അടി അടിക്കണം. അടി അടിച്ചപ്പോൾ സമുദ്രം പിളർന്നു. ഒരു പിളർപ്പല്ല, വ്യത്യസ്ത പിളർപ്പുണ്ടായി. എന്നിട്ടോ അതിലൂടെ മൂസാ നബി അലൈഹി സ്വലാമും വിശ്വാസികളും രക്ഷപ്പെട്ടു. യുക്തിവാദി പറയുന്നു അതങ്ങനെയല്ല, നിരീശ്വരവാദി പറയുന്നു അങ്ങനെയല്ല, അള്ളാഹുവിന്റെ ഖുർആനിലും നബിമാരിലും വിശ്വസിക്കാൻ കഴിയാത്തവർ പറയുന്നു അങ്ങനെയല്ല. പിന്നെ എങ്ങനെയെന്ന് ചോദിക്കുമ്പോ അവരെ മറുപടി, മൂസാ നബി അലൈഹിസ്സലാം ആ നാടിന്റെ സാഹചര്യം നല്ലോ അറിയുന്ന ആളാണ്. അപ്പോ ചില ആളിപ്പോ നമ്മളെ നാട്ടിലൊക്കെ ഇതിലൂടെ ഒഴുകുന്ന പുഴയിൽ ആയം കുറവുള്ളത് ഏതാണെന്ന് കൂടുതലുള്ള ആൾക്കാർക്ക് അറിയല്ലോ. കുളിക്കാൻ പോകുന്നവർക്കും മറ്റേത് പോകുന്നവർക്കൊക്കെ അറിയും. അപ്പൊ അതേപോലെ ആ നാട്ടിന്റെ സാഹചര്യമൊക്കെ അറിയുന്ന മൂസാ നബി അലൈഹിസ്സലാം നല്ലോണം ഒഴുക്ക് കുറവുള്ള, കൂടുതൽ വെള്ളമില്ലാത്ത സ്ഥലത്ത് കൂടെ ആ വടികൊണ്ടൊന്നും ഇങ്ങനെ കുത്തി കുത്തി പിടിച്ച് അങ്ങനെ അങ്ങോട്ട് പോയതാണ്. എന്താ കാരണം? നബിമാരുടെ മുഅ്ജിസത്തുകൾ വിശ്വസിക്കാൻ കഴിയൂല. അതാ പറഞ്ഞതിന്റെ അർത്ഥം. നബിമാരുടെ മുഅ്ജിസത്തുകൾ വിശ്വസിക്കാൻ കഴിയൂല. ഇപ്പൊ നമ്മളൊക്കെ വിശ്വസിക്കുന്നില്ലേ സഹോദരങ്ങളെ? ജിന്ന് എന്ന് പറഞ്ഞൊരു വിഭാഗല്ലേ? നമ്മളാരോ കണ്ടിടണോ? നമ്മളാരോ കണ്ടിട്ടുണ്ടോ? കണ്ടെന്നെ പറയും, നമുക്ക് പറയാലോ. ജിന്ന് എന്ന് പറഞ്ഞൊരു വിഭാഗല്ലേ? ഉണ്ട് എന്നല്ലേ അല്ലാഹു തആല പറയുന്നത്. അല്ലാഹു തആല നമ്മളോട് പഠിപ്പിച്ചു ജിന്ന് എന്നൊരു വിഭാഗം ഉണ്ട്. മനുഷ്യരെ മുമ്പ് അല്ലാഹു തആല ഭൂമിയിൽ പടച്ചുവിട്ട ജിന്നുകളെയാണ്. വർഷങ്ങളോളം, നൂറ്റാണ്ടുകളോളം ഭൂമിയിൽ ജീവിച്ചവരാണ് അവര്. അവരുടെ ജീവിതത്തിന്റെ ശൈലി നോക്കിയിട്ടാണ് മലക്കുകൾ അല്ലാഹു തആലയോട് ഒരു അന്വേഷണം ചോദിച്ച, അല്ലാഹുവേ, കുറെ ആളുകൾ ഇപ്പൊ ഭൂമിയിലുണ്ടല്ലോ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രക്തച്ചൊരിച്ചിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, അതേപോലത്തെ ഒരു വിഭാഗത്തെയാണോ ഇനിയും ഭൂമിയിൽ സൃഷ്ടിച്ച് സംവിധാനിക്കുന്നത്? ഒരു അന്വേഷണം, ഒരു വിശദീകരണം മലക്കൾ ചോദിച്ചല്ലോ. അപ്പൊ ആ ജിന്ന് പറയുന്ന ഒരു വിഭാഗം അങ്ങനെ ഒരു വിഭാഗം തന്നെ അല്ല എന്നാണ് യുക്തിവാദികൾ. യുക്തിവാദികൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പുതിയ തലമുറ അല്ല. വിശുദ്ധ ഖുർആനിന് വ്യാഖ്യാനം പരിഭാഷയൊക്കെ എഴുതിയ ഇസ്ലാമിലെ അവാന്തര വിഭാഗങ്ങളായ ബിദ്അത്തുകാര് അവര് പറയുന്ന ജിന്നുകൾ എന്താണെന്നറിയോ? അവര് പറയുന്നത് ഓർക്ക് നേരെ കണ്ടതേ ഒരു വിശ്വസിക്കുള്ളൂ, കാണാത്തൊന്നും വിശ്വസിക്കൂല. അപ്പൊ അവര് പറയുന്നത് ഈ ജിന്നുകൾ എന്ന് പറഞ്ഞ സത്യത്തില് അത് ചില അണുക്കളാണെന്ന് അവര് പറയുന്നത്, ബാക്ടീരിയ. എന്താ പിന്നെ അവരോട് നമ്മൾ പറയാം? വലിയ ഒരു സമൂഹത്തെ മൊത്തം ഒരു ബാക്ടീരിയയിൽ ചുരുക്കി. വിശ്വാസ ദൗർബല്യമാണ്, വേറൊന്നുമല്ല. എന്നിട്ട് അവർ അർത്ഥം വെക്കുന്നത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി. അവിടെ ആൺ ബാക്ടീരിയ, പെൺ ബാക്ടീരിയ. ആൺ പിശാചുക്കൾ, പെൺ പിശാചുക്കൾ എന്നാണ് അഗ്രേസരായ പണ്ഡിതന്മാര് മുഴുവനും പഠിപ്പിച്ചത്. അവര് പറയുന്നു അങ്ങനെയല്ല. എന്താ കാരണം? വിശ്വസിക്കാൻ കഴിയില്ല. അവരവരുടെ ബുദ്ധി കൊണ്ട്, യുക്തി കൊണ്ട് നോക്കിയിട്ട് കാര്യങ്ങൾ വിലയിരുത്തും. അങ്ങനെയല്ല വിശ്വസിക്കേണ്ടത്. വിശ്വസിക്കാൻ അല്ലാഹു തആല കൽപ്പിച്ചതൊക്കെ വിശ്വസിക്കണം. അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ വിശ്വസിക്കണം. മഹാന്മാര് വിശ്വസിച്ചതുപോലെ, പഠിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ മലക്കുകളെയും വിശ്വസിക്കണം, കിതാബുകളെയും വിശ്വസിക്കണം. അവരാണ് ഏറ്റവും നല്ല ഗുണം ചെയ്യുന്ന ആളുകൾ. അപ്പൊ വിശ്വാസ രംഗത്തൊരു കുറവും ഇല്ല. രണ്ടാമതായി അവരെ സാമ്പത്തികമായ ക്രിയവിക്രയങ്ങളിൽ അള്ളാഹു കൽപ്പിച്ച മാർഗങ്ങളിൽ സമ്പത്ത് ചെലവഴിക്കുന്ന ആളുകൾ. വആതൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബാ വൽ യതാമാ വൽ മസാകീന വബ്നസ് സബീലി വസ്സായിലീന വഫിർ റിഖാബ്. സമ്പത്ത് ചെലവഴിച്ചു അലാ ഹുബ്ബിഹി, ആ സമ്പത്ത് ആവശ്യമുള്ളതോടുകൂടെ തന്നെ. സ്വന്തത്തിന് പല കാര്യത്തിനും സമ്പത്ത് ആവശ്യമുണ്ട്.
പക്ഷേ തന്റെ ആവശ്യം അവിടെ നിൽക്കട്ടെ, അതിനേക്കാൾ അപ്പുറം ആവശ്യം മറുഭാഗത്തുണ്ട്. ഖുർബാ കുടുംബക്കാർക്ക് ചെലവഴിച്ചു, വല്ലതാമായ യതീമുകൾക്ക് ചെലവഴിച്ചു, വൽ മസാകീൻ മിസ്കീന്മാർക്ക് ചെലവഴിച്ചു, വസ്സായിലി ഇബ്നസ് സബീൽ യാത്ര പോകുന്ന ആളുകൾക്ക് ചെലവഴിച്ചു. യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നു, പക്ഷേ ടിക്കറ്റിന് പണമില്ല. ടിക്കറ്റ് എടുക്കാൻ ഒരാൾക്ക് കൊടുത്ത് സഹായിച്ചു. ഒരാൾക്ക് വിസക്ക് വേണ്ടി പോകാൻ ആഗ്രഹമുണ്ട്, പലരോടും ചോദിച്ച് കാശില്ല, കാശ് കൊടുത്തയാളെ സഹായിച്ചു, സഹകരിച്ചു. വബ്നസ് സബീലി വസ്സായിലീൻ യാചനക്ക് അർഹതയുള്ള ഒരുപാട് യാചകന്മാരുണ്ട് ഇസ്ലാമിൽ. എല്ലാവരും ഒരുപോലെയല്ലല്ലോ സഹോദരങ്ങളെ. കഴിവ് കുറഞ്ഞ ആളുകളുണ്ട്, യാചനക്ക് അർഹതയുള്ള ആളുകൾക്കും കൊടുത്തു. അടിമകളെ മോചിപ്പിക്കുന്നതിൽ അന്നത്തെ സമ്പ്രദായം. ഇന്നത്തെ അവസ്ഥയിലോ കുടുങ്ങിക്കഴിയുന്ന ആളുകളുണ്ട്, നിരപരാധികൾ. കേസിലും മറ്റും പെട്ട് അവരെ മോചിപ്പിക്കാൻ വേണ്ടി കൊടുത്തു സഹായിച്ചു. ഇതൊക്കെ സാമ്പത്തിക രംഗത്തുള്ള ഒരു ശുദ്ധീകരണം. ഇതും തഖ്വയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. സ്വന്തത്തിന് ആവശ്യമുണ്ടായിട്ടും മറ്റുള്ള ആളുകളിലേക്ക് കൊടുത്തുകൊണ്ട് അവരെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ആവും വിധം സഹായിച്ച, സ്വതക്ക ചെയ്ത ആളുകൾ പഴയകാലത്ത് ആ സ്വതക്ക കൊണ്ട്, അവരെ തഖ്വന്റെ ഊക്കുകൊണ്ട്, സുബ്ഹാനല്ലാഹ്, കൊടുത്ത സ്വതക്ക കൊണ്ട് ധാരാളം നന്മകൾ ജീവിതത്തിൽ കിട്ടി. സ്വന്തം ആവശ്യമുണ്ടായിട്ടും ആവശ്യം നിർത്തിവെച്ച് പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒരുപാട് സ്വതക്ക കൊടുത്തവരുണ്ട്. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട ഇമാം യാഫി റളിയല്ലാഹു അൻഹു കൊണ്ടുവരുന്നു ഒരു വലിയ ചരിത്രം കാണാം. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവും ജാഫർ ഇബ്നു സുലൈമാൻ റളിയല്ലാഹു അൻഹും രണ്ട് മഹാന്മാര്. അവർ പരസ്പരം കൂട്ടുകാരാണ്. അവര് പറയുന്നു, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ബസറയിലൂടെ ഒരു സഞ്ചാരമാണ്. ഞങ്ങൾ അങ്ങനെ നടന്നു നീങ്ങുമ്പോ ഞങ്ങളൊരു വലിയ കൊട്ടാരം കണ്ടു. ആ കൊട്ടാരത്തിന്റെ പണി നടക്കുകയാണ്. അവിടെ കൊട്ടാരത്തിന്റെ പണിക്ക് നേതൃത്വം നൽകുന്നൊരു ചെറുപ്പക്കാരനുണ്ട്. അദ്ദേഹം ഒരു ഭാഗത്ത് ഇരുന്നിട്ട് ഇങ്ങനെ നിയന്ത്രിക്കുന്നുണ്ട്. പണിക്കാരോട് പല ഭാഗങ്ങളും പൂർത്തീകരിക്കാൻ വേണ്ടി കൽപ്പിക്കുന്നുണ്ട്. മാ റഅയ്തു അഹ്സന വജ്ഹം മിൻഹു. ജാഫർ ബിൻ സുലൈമാൻ തങ്ങൾ പറയുന്നു, ആ ചെറുപ്പക്കാരനേക്കാൾ നല്ല സൗന്ദര്യമുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. നല്ല മുഖഭംഗിയുള്ള ചെറുപ്പക്കാരനാണ്. അദ്ദേഹം നിർമ്മാണ പ്രവർത്തനങ്ങളെ സജീവമാക്കി നോക്കി. ഓരോ തൊഴിലാളികളെയും ഓരോ ഭാഗത്തേക്ക് വിടുന്നു. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു എന്നെ വിളിച്ചു പറയുന്നു, ജാഫർ ബിൻ സുലൈമാൻ നിങ്ങൾ പറയുന്നു, സുഹൃത്തേ, ആ ചെറുപ്പക്കാരനെ ഒന്ന് നോക്കൂ. നല്ല സൗന്ദര്യമുള്ള ചെറുപ്പക്കാരനാണ്. നല്ല സന്തോഷത്തോടെ ഈ ബിൽഡിംഗ് അദ്ദേഹം നിർമ്മിക്കുന്നുണ്ട്. ആ ബിൽഡിങ്ങിനെക്കാളും നല്ല ആവശ്യമുള്ള ഒരു ബിൽഡിംഗ് സ്വർഗത്തിൽ കൊടുക്കാമെന്ന ചെറുപ്പക്കാരനോടൊന്ന് പറഞ്ഞു നോക്കിയാലോ. ജാഫർ ബിൻ സുലൈമാൻ തങ്ങൾ പറഞ്ഞു, എന്തിനാ നിങ്ങൾക്ക് പണം? ഒരുപാട് ആവശ്യക്കാര് നാട്ടിലുണ്ട്, മിസ്കീന്മാര് ധാരാളം ഉണ്ട്, രോഗികൾ എത്രയോ ഉണ്ട്, അവശത അനുഭവിക്കുന്നവരുണ്ട്. ഒന്ന് പറഞ്ഞു നോക്കിയാലോ. ആ ചെറുപ്പക്കാരനൊന്ന് തന്നാൽ ഫലഅല്ലഹു യജഅലുഹു മിൻ ശബാബി അഹ്ലിൽ ജന്ന. ചെറുപ്പക്കാരൻ നമ്മൾ പറയുന്ന ഉപദേശമനുസരിച്ച് സമ്പത്ത് തന്നാൽ ഒരുപക്ഷേ സ്വർഗത്തിലുള്ള യുവാക്കളെ കൂട്ടത്തിൽപ്പെട്ടാലോ. പറഞ്ഞു നോക്കിയാലോ നമുക്ക്. ജാഫർ ബിൻ സുലൈമാൻ റളിയല്ലാഹു പറഞ്ഞു, നമ്മളൊന്ന് പോയി നോക്കുക. അദ്ദേഹം തിരക്കിട്ട പണിയിലാണ്. ഞങ്ങൾ ചെന്നു. ജാഫർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ സലാം പറഞ്ഞു, സലാം മടക്കി. പക്ഷേ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് പരിചയമില്ല. പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ ആ ചെറുപ്പക്കാരൻ എഴുന്നേറ്റു, ചോദിച്ചു, അലക ഹാജത്തുൻ, വല്ല ആവശ്യവുമുണ്ടോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു. മഹാനവറുകൾ, കം നവൈത അൻ തുൻഫിഖ അലാ ഹാദൽ ഖസ്രി, ഈ കൊട്ടാരം നിർമ്മിക്കാൻ എത്രയാ നിങ്ങൾ ചെലവ് കണക്കാക്കുന്നത്? ഉടനെ ചെറുപ്പക്കാരൻ പറഞ്ഞു, 100,000 ദിർഹമിൻ, 1,00,000 ദിർഹമാണ് ചെലവ് ചെയ്യുന്നത്. ഇന്നത്തെ 1,00,000 അല്ല, അന്നത്തെ 1,00,000 ഇന്നത് കോടികൾ എത്രയോ വരച്ചു കൂട്ടേണ്ടതുണ്ട്. 1,00,000 ദിർഹമാണ് ചെലവഴിക്കാൻ ഉദ്ദേശിച്ചത്. മാലിക് ഇബ്നു ദീനാർ തങ്ങൾ പറഞ്ഞു, അലാ തുഅ്തീനി ഹാദൽ മാൽ, ഈ 1,00,000 ദിർഹം എനിക്ക് തരുമോ? അത് ഉപയോഗിക്കേണ്ട മേഖലയിൽ ഞാൻ അങ്ങ് ഉപയോഗിക്കാം. വഅദ്മനു ലക അലല്ലാഹി അസ്സ വജല്ല ഖസ്റൻ ഫിൽ ജന്നതി ഖൈറൻ മിൻ ഹാദൽ ഖസ്രി,
നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു ജാമ്യം തരാം. സ്വർഗത്തിൽ ഈ കൊട്ടാരത്തെക്കാളും നല്ലൊരു കൊട്ടാരം അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് തരുമെന്ന് ഞാനും ജാമ്യം നിൽക്കാം. ആ കൊട്ടാരത്തിൽ ഇതുപോലെയല്ല, സദാസമയത്തും പരിപാലകരുണ്ട്, ഒരിക്കലും നശിച്ചു പോകാത്ത കുബ്ബകളുണ്ട്, സൗന്ദര്യം തകർന്നു പോകാത്ത ഖൈമകളുണ്ട്. സുബ്ഹാനല്ലാഹ്, ഖൈമകളോ മുറസ്സഅത്തും ബിൽ ജവാഹിരി, രത്നങ്ങളാണ് അതിന്റെ 4 ഭാഗത്തും കൊത്തിപ്പിടിപ്പിച്ചിരിക്കുന്നത്. തുറാബുഹു സഅഫറാൻ, ആ കൊട്ടാരത്തിലെ മണ്ണ് നല്ല കുങ്കുമമുള്ള നല്ല മാർദ്ദവമാർന്ന മണ്ണാണ്. അതേ വമിലാത്തുൽ മിസ്കൂ, ആ മണ്ണിൽ നിന്ന് സദാ അടിച്ചു വീശുന്നത് കസ്തൂരിയാണ്. നിങ്ങൾ തരികയാണെങ്കിൽ ഏറ്റവും നല്ല സന്തോഷമാണ്. ഈ കൊട്ടാരം ഒരു കാലത്തും തകർക്കപ്പെടുകയില്ല. അതേ, ആ കൊട്ടാരത്തെ നിർമ്മിച്ചത് ഇവിടെയുള്ളൊരു നിർമ്മാതാവിന്റെ കയ്യുമല്ല, ഒരു എഞ്ചിനീയറിന്റെ പ്ലാനുമല്ല. പിന്നെയോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിശ്ചയപ്രകാരമുണ്ടായതാണ്. നിങ്ങളെ കൊട്ടാരത്തിന് ഒരു പ്ലാനിങ്ങുകാരനുണ്ട്, അതിനൊരു കോൺട്രാക്ടറുണ്ട്, എഞ്ചിനീയറുണ്ട്, വിവിധ പണിക്കാരുണ്ട്. ഒരൊറ്റ ആളെ കയ്യും തൊടാത്ത ഒരു കൊട്ടാരമാണ്. അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം നിർമ്മിതമായതാണ്. ചെറുപ്പക്കാരൻ പറഞ്ഞു, സുഹൃത്തുക്കളെ, ഇന്നത്തെ രാത്രി ഒന്ന് അവധി തരണേ. വബക്കിർ അലയ്യ ഗദാ, നാളെ രാവിലെ നിങ്ങൾ ഇങ്ങോട്ട് വരണേ. ഇന്നത്തെ രാത്രി ഒന്ന് ചിന്തിക്കാൻ എനിക്കൊരു ചെറിയ ടൈം തരണം. ഒരു വലിയ കൊട്ടാരം, 1,00,000 ദിർഹമിന് ഒരു കൊട്ടാരം നിർമ്മിക്കുന്ന ചെറുപ്പക്കാരനോട് ആ കൊട്ടാരത്തിന് ചെലവഴിക്കുന്ന 1,00,000 ദിർഹം ഇങ്ങോട്ട് തന്നാൽ അതെന്തു ചെയ്യും? ആ 1,00,000 ദിർഹം അത് കൊടുക്കേണ്ട എല്ലാ ആളുകളിലേക്കും, നേരത്തെ പറഞ്ഞ മിസ്കീന്മാര്, അനാഥകൾ, അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകൾ, കടബാധ്യതയുള്ള ആളുകൾ, കുടുങ്ങി നിൽക്കുന്ന യാത്രക്കാർ തുടങ്ങി വിവിധ ആവശ്യങ്ങളുള്ള ആളുകൾക്ക് കൊടുക്കും. പകരം നിങ്ങൾക്ക് ഇവിടെ ആ കൊടുത്തതിന് പകരം വേറെ കിട്ടും. അതിനോടൊപ്പം സ്വർഗത്തിൽ നല്ല ഒരു കൊട്ടാരവും തരാം. അങ്ങനെ ഈമാനോടെ ഇഖ്ലാസോടെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ കൊടുക്കാനൊരു മടി ഉണ്ടാകൂല. ഓലെ ഈമാന്റെ തഖ്വന്റെ ഊക്കാണ്, അവര് കൊടുത്തു പോവും. നമ്മുടെ നാട്ടിലും ഇനി ആവശ്യങ്ങളും മറ്റൊക്കെ പറഞ്ഞ് നിങ്ങളോട് അപേക്ഷിക്കുമ്പോൾ നല്ലോണം കൊടുക്കണം. ഇപ്പൊ തന്നെ കണക്ക് കൂട്ടി വെച്ചോളൂ, നാളെ സ്വർഗത്തിലേക്ക് എത്രയാണ് കൊടുക്കേണ്ടതെന്ന്. ഇന്ന് ഞാനൊന്നും ചോദിക്കുന്നില്ല, ചോദിക്കേണ്ട ടൈം വരുമ്പോടെ സമാപനത്തിലൊക്കെ. ഇനിയിപ്പോൾ അന്ന് നേരത്തെ കണക്ക് കൂട്ടിയിട്ട് അന്നെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാക്കിയിട്ട് പതുക്കെ ഒന്ന് സലാമത്താകാൻ നോക്കണ്ട. അന്ന് നല്ല ഉഷാറ് സ്വർഗത്തിൽ കിട്ടണം എന്നുള്ള നീയത്തോടെ നല്ലോണം കൊടുക്കണം. സഹോദരങ്ങളും കൊടുക്കണം, സഹോദരിമാരും കൊടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ മുമ്പ് വയല് നടത്തിയപ്പോഴേ ഇങ്ങനെയല്ല ഇവിടുത്തെ അവസ്ഥ. ഒന്നും മുറ്റൊന്നും ഇങ്ങനെ ആയില്ല അല്ലേ? ഇല്ല. അപ്പൊ കണ്ടങ്ങൾ സന്തോഷത്തോടെ അൽഹംദുലില്ലാ നല്ല റാഹത്തുള്ള. അന്ന് വണ്ടി ഇങ്ങോട്ട് കയറുന്ന കോലത്തിലല്ല തോന്നുന്നുണ്ട്, അല്ലല്ലോ? വണ്ടി വരും. പക്ഷെ മുറ്റൊന്നും ഇങ്ങനെ ആയില്ല. ഇനിയിപ്പോ ഒരു പന്തലിന്റെ കുറവും കൂടി ഉണ്ട് അല്ലേ? സ്റ്റേജ് ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ ശരിയായിക്കോളും. ഒരു പന്തല് എന്നുള്ള പന്തലുണ്ടായാൽ അതിപ്പോ ഇങ്ങനെ ഉദ്ദേശം നടത്തിയാൽ മതി, സെറ്റ് കൊടുത്ത് വെച്ചാൽ മതിയല്ലോ. സ്റ്റേജും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്, ഒക്കെ ആകും ഇൻഷാ അല്ലാഹ്. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. നമ്മളല്ലേ ഈ രൂപത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയത്, ഒക്കെ അള്ളാഹു കബൂലാക്കി തരട്ടെ. നല്ല നീയത്തോടെ കൊടുക്കാൻ ഇവിടുന്നല്ലേ പറ്റുള്ളൂ. നാളെ കൊടുക്കാനൊക്കെ എല്ലാവർക്കും ബോധ്യം ഉണ്ടാവും, പക്ഷെ ആരും വാങ്ങൂല. ആർക്കോട്ട് വേണ്ടേ? ഇന്നിപ്പോ കൊടുക്കാൻ കഴിയുള്ളൂ, ഇപ്പോഴേ കൊടുക്കാൻ കഴിയുള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ കഴിയൂലല്ലോ. കുറെ ആഗ്രഹങ്ങൾ അയാളുണ്ടായിരുന്നിട്ടോ, അയാൾ മരിച്ചുപോയി, അതുകൊണ്ട് എന്താ കാര്യം? ആഗ്രഹങ്ങൾ കഴിവിന്റെ പരമായ ആഖിറത്തിലേക്കുള്ള ആഗ്രഹങ്ങൾ വീട്ടിയിട്ട് മരിച്ചു പോകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആഖിറത്തിലേക്ക് നമ്മൾ ഉദ്ദേശങ്ങൾക്കൊക്കെ അള്ളാഹു തആല പൂർത്തീകരണം നൽകുമാറാകട്ടെ. പലർക്കും ആഗ്രഹം ഉണ്ടാവും, പക്ഷെ സാമ്പത്തികമായിട്ട് ക്ഷീണം അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടാവും. അവർക്കൊക്കെ അള്ളാഹു നല്ല പുരോഗതി കൊടുക്കട്ടെ. ഉള്ളവർ നന്നാക്കി കൊടുക്കണം, നല്ല നിയത്ത് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ വിജയിപ്പിക്കുക. 1,00,000 ദിർഹമാണ് കൊടുക്കാനാണ് ഒരു രാത്രിയിൽ അവധി ചോദിച്ചത്. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ ജാഫർ ബിൻ സുലൈമാൻ റളിയല്ലാഹു അൻഹു പറയാണ്, അന്നത്തെ രാത്രി 1,00,000 ദിർഹമിന് ഒരു ദിവസം രാത്രി അവധി തരണമെന്ന് പറഞ്ഞപ്പോ ഞാൻ നോക്കി, മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹു എന്താണ് പണിയും. മഹാനവറുകൾ ആ ചെറുപ്പക്കാരനെ പറ്റി രാത്രി മുഴുവനും ചിന്തിക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ ഇന്നത്തെ ഒരു രാത്രിയല്ലേ അവധി ചോദിച്ചത്. അത്തായത്തിന്റെ സമയമായപ്പോൾ മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു. കാരണം ചെറിയൊരു ഉത്തരവാദിത്തമല്ലേ ഏറ്റെടുത്തത്.
ഈ കൊട്ടാരത്തെക്കാൾ നല്ലൊരു കൊട്ടാരം സ്വർഗത്തിൽ ജാമ്യം നിന്നതാണ്. സുബ്ഹാനല്ലാഹ്. പടച്ചവനെ, നിന്നെ വിചാരിച്ചുകൊണ്ടാണ് ഞാനങ്ങനെ ജാമ്യം നിന്നത്. ഞാൻ സുബ്ഹി നിസ്കാരത്തിന് ശേഷം ആ ചെറുപ്പക്കാരന്റെ സവിധത്തിലേക്ക് പോകും. അദ്ദേഹം 1,00,000 ദിർഹം എന്റെ കയ്യിലേക്ക് അങ്ങ് നീട്ടിയാൽ ഞാനൊരു കടലാസ് എടുത്ത് എഴുതി കൊടുക്കുന്നത് നാളെ നീ സ്വർഗത്തിൽ കൊടുക്കുന്ന കൊട്ടാരമാണ്. നീ എന്നെ സഹായിക്കണേ അല്ലാഹ്. അത്താഴത്തിന്റെ സമയത്ത് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് ധാരാളം ദുആ ചെയ്തു. അങ്ങനെ നേരം വെളുത്തപ്പോ ഞങ്ങൾ രണ്ടുപേരും പോയി. അപ്പോഴും ആ ചെറുപ്പക്കാരൻ ആ കൊട്ടാരത്തിന്റെ മുറ്റത്തിരിക്കുന്നുണ്ട്. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ ആ ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് വന്നു. എന്നിട്ട് ചോദിക്കുന്നു, മാലിക് ബിൻ ദീനാർ തങ്ങള് ഇന്നലെ പറഞ്ഞ വിഷയത്തെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? ചെറുപ്പക്കാരൻ പറഞ്ഞു, അതെ, നിങ്ങൾ പറഞ്ഞതുപോലെ ചെയ്യാം. 1,00,000 ദിർഹം ഞാനങ്ങ് തരാം. മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനൊരു കടലാസും പേനയും കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് ഞാനതിൽ എഴുതി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹാദാ മാല മിന മാലിക് ഇബ്നു ദീനാരിൻ ലിഫുലാൻ ഇബ്നു ഫുലാൻ. അല്ലാഹുവേ, നിന്റെ മേൽവിലാസത്തിൽ ഞാനിതാ എഴുതി തുടങ്ങുന്നു. മാലിക് ഇബ്നു ദീനാർ ജാമ്യം നിൽക്കുന്ന ഉത്തരവാദിയാകുന്ന ഒരു സംഗതിയാണിത്. ലിഫുലാൻ ഇബ്നു ഫുലാൻ, ആളെ പേരും മാപ്പാന്റെ പേരും എഴുതി. ഇന്നി ഖദ് ലമിൻതു ലക അലല്ലാഹി തആല ഖസ്റൻ ബദല ഖസ്രിക. നിന്റെ ഈ മാളികക്ക് പകരം അല്ലാഹു തആലയിൽ നിന്നൊരു കൊട്ടാരത്തിന് ഞാൻ ജാമ്യം നിന്നു. അതിന്റെ സിഫത്തുകൾ രൂപങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ബിസിഫത്തിഹി കമാ വസഫ്തു, ഞാൻ നേരത്തെ വിശേഷിപ്പിച്ചതുപോലെ ഒരാളും നിർമ്മിക്കാത്ത അല്ലാഹുവിന്റെ നിശ്ചയപ്രകാരം നിർമ്മിതമായ കൊട്ടാരമാണ്. വസിയാദതൻ അലല്ലാഹി തആല, ഞാൻ പറഞ്ഞതിൽ അധികം തരേണ്ടത് അല്ലാഹുവാൻ. ഞാൻ പറഞ്ഞ രൂപത്തിലുള്ള ഒരു കൊട്ടാരത്തിന് ഞാൻ ജാമ്യം നിന്നിരിക്കുന്നു. വസ്തറൈതു ലക ബിഹാദൽ മാലി, ഈ സമ്പത്തിന് പകരം നിനക്ക് ഞാൻ വാങ്ങി തന്നിരിക്കുന്നു. ഖസ്റൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിലൊരു മാളിക. അഫ്യഹു മിൻ ഖസ്രിക ഹാദാ, നിന്റെ ഈ മാളികയേക്കാൾ വിശാലതയുള്ള മാളികയാണ്. ഫീ ളില്ലി ളലീലിൻ ബിഖുർബിൽ അസീസിൽ ജലീൽ, അല്ലാഹുവിന്റെ സവിധത്തിലാണ് ആ കൊട്ടാരമുള്ളത്. റഹ്മാനായ റബ്ബിന്റെ സലാം കേൾക്കുന്ന കൊട്ടാരമാണ്. അല്ലാഹു പ്രത്യേകം തണല് വിരിച്ച കൊട്ടാരമാണ്. ആ കടലാസ് ചുരുട്ടിയിട്ട് ഞാനങ്ങ് കൊടുത്തു. ആ ചെറുപ്പക്കാരൻ 1,00,000 ദിർഹം നേരെ മുന്നിൽ വെച്ചു. ജാഫർ ബിൻ സുലൈമാൻ തങ്ങൾ പറയാണ്, ഞങ്ങൾ ആ 1,00,000 ദിർഹം ചുമന്നു കൊണ്ടുപോയി. വൈകുന്നേരമായപ്പോൾ മാ ബഖിയ ഹത്താ മാ ബഖിയ മിഖ്ദാറു ഖൂതി ലൈലത്തിൻ, സുബ്ഹാനല്ലാഹ്, ഒരു രാത്രിയുടെ ഭക്ഷണത്തിന് ആവശ്യമുള്ള അളവ് പോലും ശേഷിക്കുന്നില്ല. മുഴുവനും മാലിക് ഇബ്നു ദീനാർ തങ്ങൾ കൊടുത്തുപോയി. ആവശ്യക്കാരെ തെരഞ്ഞു പിടിച്ച് നാട്ടിലെ മിസ്കീന്മാർക്ക് കൊടുത്തു, അനാഥകൾക്ക് കൊടുത്തു, ഫക്കീറന്മാർക്ക് കൊടുത്തു, രോഗികൾക്ക് കൊടുത്തു, ആവശ്യക്കാരായ വിവിധ വിധവകളുണ്ട് അവർക്ക് കൊടുത്തു. നാടിന്റെ എല്ലാ ഭാഗങ്ങളിലും അന്നത്തെ രാവിലെ മുതൽ വൈകുന്നേരമാകുമ്പോഴേക്ക് 1,00,000 ദിർഹം അങ്ങ് സ്വതക്ക ചെയ്തു. മുഴുവനും കൊടുത്തു. കൊടുക്കാനാണ് ഈ ചെറുപ്പക്കാരന് വാങ്ങിയത്. ഒറ്റ ദിർഹം പോലും മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു സൂക്ഷിച്ചിട്ടില്ല, മുഴുവനും കൊടുത്തു. അങ്ങനെ 40 ദിവസം അത് കൊടുത്തൊരു 40 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് സുബ്ഹാനല്ലാഹ്, മാലിക് റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിഞ്ഞ്, സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് മിഹ്റാബിന്റെ തൊട്ടടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ ദിക്ർ ചൊല്ലുമ്പോ ഒരു കടലാസ് നേരെ മുന്നിൽ വന്ന് വീഴുകയാണ്. അന്നു മുതൽ 40ാമത്തെ ദിവസം സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് പള്ളി മിഹ്റാബിന്റെ മുന്നിൽ അങ്ങനെ ഇരിക്കുമ്പോ ഒരു കടലാസ് താഴെ വന്ന് വീഴുന്നു. ആ കടലാസ് മഹാനവർകൾ എടുത്തിട്ട് അതൊന്ന് തുറന്നു നോക്കുന്നു. ആ കടലാസിന്റെ ഉള്ളിലുള്ളത് സുബ്ഹാനല്ലാഹ് എന്ത് എഴുത്താന്നറിയോ? ഹാദിഹി ബറാഅത്തും മിനല്ലാഹിൽ അസീസിൽ ഹകീം ലിമാലിക് ഇബ്നു ദീനാർ. ഇത് മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിനുള്ള മോചനത്തിന്റെ പത്രമാണ്.
നിങ്ങളൊരു ചെറുപ്പക്കാരന് കൊടുക്കാമെന്ന് ഏറ്റെടുത്തൊരു കൊട്ടാരമില്ലേ, ആ കൊട്ടാരം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അതുപോലെ അതിനേക്കാളും 70 ഇരട്ടി വർധനവും കൊടുത്തു. കൊട്ടാരം മാത്രല്ല 70 ഇരട്ടിയും കൊടുത്തു എന്നാണ് ആ കടലാസിൽ കാണുന്നത്. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു, പടച്ചോനെ എന്ത് സംഭവിച്ചു പോയി? മഹാനവർകൾ ആ എഴുത്തെടുത്ത് കീശയിലിട്ടു. എന്നെ വിളിച്ചു, ജാഫർ ഇബ്നു സുലൈമാൻ തങ്ങൾ പറയും, എന്നെ വിളിച്ചു, ഞങ്ങൾ വേഗം പോയി. ആ ചെറുപ്പക്കാരൻ താമസിക്കുന്ന വീട് അന്വേഷിച്ച് ഞങ്ങൾ പോയി നോക്കുമ്പോ വീടിന്റെ വാതിലൊക്കെ അടഞ്ഞു കിടക്കുന്നുണ്ട്. വീട്ടിന്റെ ഉൾഭാഗത്തുനിന്ന് കരച്ചിൽ കേൾക്കുന്നുണ്ട്. ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയിട്ട് ചോദിച്ചു, ചെറുപ്പക്കാരൻ എന്തായി പോയി? അവര് പറഞ്ഞു, മാത്ത ബില്ലംസി, ഇന്നലെ വഫാത്തായി പോയി, ഇന്നലെ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയി. മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു ചോദിക്കാണ്, ആരാണ് കുളിപ്പിച്ചാള്? കുളിപ്പിച്ചാള് മുന്നോട്ട് വരുന്നു, നിങ്ങളാണോ കുളിപ്പിച്ചത്? എന്തെങ്കിലും പ്രത്യേകത നിങ്ങൾ ചെയ്തിരുന്നോ? അദ്ദേഹം പറഞ്ഞു, അതെ, നേരത്തെ ഇവിടെ ഏൽപ്പിച്ചൊരു എഴുത്തുണ്ട്, ആ എഴുത്ത് കഫംപുടയുടെ ഇടയിൽ വെക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. മാലിക് ബിൻ ദീനാർ തങ്ങൾ ആ ചെറുപ്പക്കാരന് എഴുതി കൊടുത്ത എഴുത്ത് കുടുംബക്കാരോട് പറയാറുണ്ട്, ഇദാ അനമിത്തു വഗസൽതനി വകഫൻതനി ഇജ്അൽ ഹാദൽ കിതാബ ബൈന കഫനി വബദനി. ഞാൻ മരിച്ചിട്ട് എന്നെ കുളിപ്പിച്ചാൽ, എന്നെ കഫൻ ചെയ്താൽ, ഈ എഴുത്ത് എന്റെ ശരീരത്തിന്റെയും കഫംപുടയുടെയും നടുവിലങ്ങ് വെക്കണം. ഞാനാണ് ആ എഴുത്ത് വെച്ചത്, കഫംപുടയുടെയും നടുവിലെയും വെച്ച്, കഫംപുടയുടെയും ശരീരത്തിന്റെയും നടുവിൽ വെച്ച് അങ്ങനെ അങ്ങ് മറവ് ചെയ്തു. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു കീശയിൽ നിന്ന് ഒരു കത്ത്, നേരത്തെ മിഹ്റാബിന്റെ മുന്നിൽ കിട്ടിയ കത്ത് പുറത്തെടുത്തിട്ട് ചോദിച്ചു, ഇതാണോ കത്ത് എന്ന് ചോദിച്ചു. എഴുത്ത് ഇതാണോ, കടലാസ് ഇതാണോ എന്ന് ചോദിച്ചു. കുളിപ്പിച്ച ആള് പറഞ്ഞു, ഹാദൽ കിതാബ് ബിഐനിഹി, ഇതന്നെയാണല്ലോ എഴുത്ത്, ഇത് എവിടുന്ന് കിട്ടി? ഇതന്നെയാണല്ലോ ഞാൻ ആ കഫംപുടയിൽ വെച്ച എഴുത്ത്, ഇതാണല്ലോ കടലാസ്, ഇതെവിടുന്ന് കിട്ടി? മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു സംഭവം വിശദീകരിച്ചു. കുടുംബക്കാര് ധാരാളം കരഞ്ഞുപോയി. ആ ചെറുപ്പക്കാരൻ യുവത്വത്തിന്റെ പ്രസരിപ്പിൽ ചെയ്ത നന്മ, സ്വന്തം കാര്യത്തിന് ആവശ്യമുണ്ടായിട്ടും ദവിൽ ഖുർബാ വൽ യതാമാ വൽ മസാകീന വബിനസ് സബീൽ, സ്വന്തത്തിന് ആവശ്യത്തിന് എടുത്തു വെച്ചതാണെങ്കിലും മറ്റുള്ളവരെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് സമ്പത്ത് കൊടുത്തുപോയി. ഈമാനാണ് സഹോദരങ്ങളെ, തഖ്വയാണ്. ആ തഖ്വയിൽ കൊണ്ട് കിട്ടിയ നേട്ടമാണ്. അതേ, സ്വർഗം കിട്ടി എന്നല്ലേ പറയുന്നത്. ആ ചെറുപ്പക്കാരൻ, അതേ ചെറുപ്പക്കാരൻ തന്ന എഴുത്ത് തന്നെയാണ് ഇതെന്ന് പറഞ്ഞപ്പോ മുഴുവനും വിശദീകരിച്ചിട്ട് മാലിക് ബിൻ ദീനാർ തങ്ങൾ പറഞ്ഞു, ഈ എഴുത്തിൽ എന്താ ഉള്ളത് എന്നറിയോ? ഞാൻ ജാമ്യം നിന്ന സ്വർഗം ആ ചെറുപ്പക്കാരൻ അല്ലാഹു കൊടുത്തുപോയി. അത്ര മാത്രമല്ല കൊടുത്തത്, വസിയാദത സബീന ളുഫാ, അതിനപ്പുറം 70 ഇരട്ടിയും കൊടുത്തിട്ടുണ്ട്. കേട്ടവര് മുഴുവനും പൊട്ടിക്കരയുകയാണ്. മറ്റൊരു ഭാഗത്തുനിന്നൊരു ചെറുപ്പക്കാരൻ എണീറ്റിട്ട് പറഞ്ഞു, മാലിക് ബിൻ ദീനാർ തങ്ങളെ, അന്ന് ആ ചെറുപ്പക്കാരൻ തന്നത് 1,00,000 ദിർഹമല്ലേ, എന്റെ വക 2,00,000 ദിർഹം സ്വീകരിക്കൂ, എനിക്കും ഇതുപോലെ ഒരു കൊട്ടാരത്തിന് ജാമ്യം നിൽക്കൂ. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാനമാ കാന വഫാതമാ ഫാത് വല്ലാഹു യഫ്അലു മാ യശാഉ വയഹ്കുമു മാ യുരീദ്. അന്ന് എനിക്കങ്ങനെ പറയാൻ തോന്നിയതുപോലെ ഇന്ന് എനിക്കങ്ങനെ തോന്നുന്നില്ല. നടക്കേണ്ടത് നടന്നു കഴിഞ്ഞു. അതേ, നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു പോയി. ചാൻസ് ആ ചെറുപ്പക്കാരന് കിട്ടിപ്പോയി. അന്ന് അല്ലാഹു എന്നെ കൊണ്ട് പറയാൻ ഉദ്ദേശിച്ചതാ ഞാൻ പറഞ്ഞത്. ഞാനതങ്ങ് പറഞ്ഞപ്പോ ആ ചെറുപ്പക്കാരൻ ഏറ്റെടുത്തു. ഇന്ന് ഞാനങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നീട് ജീവിതകാലം മുഴുക്കയും ഈ ഒരു ചെറുപ്പക്കാരന്റെ അവസ്ഥ പറയുമ്പോ മാലിക് ബിൻ ദീനാർ തങ്ങൾ കരയാറുണ്ട്, റഹ്മത്തിന് വേണ്ടി ദുആ ചെയ്യാറുണ്ട്. എപ്പോ ഈ ചെറുപ്പക്കാരന്റെ കഥ പറഞ്ഞാലും
മാലിക് ഇബ്നു ദീനാർ തങ്ങൾ കരയുന്നു. എന്തേ? നല്ല ഈമാനുള്ള ചെറുപ്പക്കാരനാണ്. സഹോദരങ്ങളെ, കുടുംബങ്ങളെ പരിഗണിക്കണം. കുടുംബങ്ങൾക്ക് സ്വത്ത് കൊടുക്കുന്നതാണ് അല്ലാഹു തആല ആദ്യമായി എണ്ണിയത്. വാത്തൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബാ. അടുത്ത കുടുംബങ്ങൾ, അടുത്ത അയൽവാസികൾ, അവരെ പ്രശ്നങ്ങൾ പരിഹരിക്കണം, വിഷമങ്ങൾ പരിഹരിക്കണം. അത് ഈമാന്റെ ഒരു ഭാഗമാണ്, തഖ്വയുടെ ഭാഗമാണ്. ഇതൊക്കെ എണ്ണിയിട്ടാണ് അവസാനം അല്ലാഹു തആല ഉലൈക ഹുമുൽ മുത്തഖൂൻ എന്ന് എണ്ണുന്നത്. തഖ്വയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അയൽവാസി കടത്തിൽ മുങ്ങി കുളിച്ചു നിൽക്കാൻ നമ്മളെ കയ്യിൽ അല്ലാഹു തആല ഇഷ്ടം പോലെ പണം തന്നിട്ടുണ്ട്. ആ പണം തന്നിട്ടുണ്ട് നമുക്കും അറിയാം, ചില്ലറ ആൾക്കാർക്കും അറിയാം, പടച്ചോനെ ഏതായാലും അറിയല്ലോ, എല്ലാവർക്കും അറിയാം. ആരും അറിയണ്ട. ആ അയൽവാസിന്റെ കടങ്ങൾ നമ്മളെ കൊണ്ട് കഴിയുന്ന 1% വീട്ടിയാൽ ആ മനസ്സിന് വരുന്ന സമാധാനവും ആശ്വാസവും സന്തോഷമില്ലേ? നമ്മൾ കുടുങ്ങി പ്രതിസന്ധിയിലായി നിൽക്കുന്ന ഘട്ടത്തിൽ അല്ലാഹു തആല നമുക്ക് തരുന്ന സന്തോഷത്തിന് കയ്യും കണക്കില്ല. ഇവിടെ ഒരു മുസ്ലിമിന്റെ വിഷമം നമ്മൾ പരിഹരിച്ചാൽ, മൻ ഫറജാൻ മുസ്ലിമിൻ ഖുർബതൻ, ഇവിടെ ഒരു മുസ്ലിമിന്റെ വിഷമം പരിഹരിച്ചാൽ ഫറജല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ. ഇവിടുത്തെ വിഷമല്ല അല്ലാഹു മാറ്റി തരുന്നത്, ഖിയാമത്ത് നാളിലെ വിഷമാണ്. ഖിയാമത്ത് നാൾ എന്തെല്ലാം പ്രതിസന്ധി ഉണ്ട്. വലിയൊരു പ്രതിസന്ധിയല്ലേ നമ്മുടെ കിതാബ് നിവർത്തുമ്പോഴുള്ള പ്രതിസന്ധി. മാലോകർ മുഴുവനും കാണില്ലേ, വായിക്കല്ലേ, എല്ലാവരും കേൾക്കല്ലേ. അവിടെ ഒരു സലാമത്തിനത് കാരണമാണ്. സിറാത്തിലൂടെ നടക്കുമ്പോൾ നമ്മളെ കൈയൊന്ന് പിടിച്ച് നടത്തി തരാൻ ആരുമില്ല. ഈമാനിന്റെയും അമലിന്റെയും തൂക്കനുസരിച്ച് നടക്കണ്ടേ? പ്രതിസന്ധിയെ തരണം ചെയ്തുകൊണ്ട് നടക്കാനൊരു സഹായമാണ്. അതുകൊണ്ട് സാമ്പത്തിക രംഗത്ത് കുടുംബത്തെ സഹായിക്കണം, നാട്ടിലെ പാവങ്ങളെ സഹായിക്കണം, യതീമുകളെ സഹായിക്കണം, മിസ്കീന്മാരായ ആൾക്കാരെ സഹായിക്കണം. മിസ്കീന്മാരെ ചിലപ്പോൾ നോട്ടത്തിലൊന്നും കണ്ടില്ല എന്ന് വരും. അവർ നല്ല തുണിയും കുപ്പായൊക്കെ ഇട്ട് നടക്കണ്ടാവും, നല്ല ഉഷാറിൽ. അവരെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഓ അത്യാവശ്യം കുഴപ്പമില്ലല്ലോ, അല്ലേ, ഉഷാറുണ്ടല്ലോ, നല്ല തുണിയും കുപ്പായക്കണം, നല്ല ചെരുപ്പാണല്ലോ. ചെരുപ്പാരോ വാങ്ങിക്കൊടുത്താണ്, തുണിയും കുപ്പായോ അങ്ങനെ തന്നെ, ഒക്കെ അങ്ങനെയാണ്. പിന്നെ ജീവിതം ഉള്ളതിനനുസരിച്ച് റാഹത്തിൽ അങ്ങനെ പോകുന്നു. നീറുന്ന പ്രശ്നങ്ങൾ പലതുണ്ട്, കണ്ടറിഞ്ഞുകൊണ്ട് സഹായിക്കണം. സ്വന്തം കുടുംബത്തിൽ പ്രയാസപ്പെടുന്ന ആളുകളുണ്ടായിട്ട് നമുക്ക് തിരിഞ്ഞു നോക്കാനും അവരെ പരിഹരിക്കാനുള്ള കഴിവൊക്കെ അല്ലാഹു തആല തന്നിട്ടും നമ്മൾ നോക്കിയില്ല എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു സങ്കടമാണത്. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരുമകനാണ് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയാണ് കല്യാണം കഴിച്ചത്, നമുക്കറിയാലോ. ഒക്കെ ഉറപ്പിച്ച് നിക്കാഹൊക്കെ ചെയ്ത് നബിയെ വലീമത്ത് കൊടുക്കണം, എൻ്റെ കയ്യിലൊന്നുമില്ല. ആരോടാ പറയുന്നത്? അമ്മോശകാക്കാരോടാ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാ പറയുന്നത്, അമ്മോശനോടാ പറയുന്നത്, വലീമത്ത് കൊടുക്കണം, സദ്യ കൊടുക്കൽ സുന്നത്തില്ലേ, എൻ്റെ കയ്യിലൊന്നുമില്ല. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹു നല്ലൊരു ഒട്ടകത്തെ കൊടുക്കുന്നു. ആ ഒട്ടകത്തിന്റെ മേലെ പുല്ല് അരിഞ്ഞുകൊണ്ട് കെട്ടുകെട്ടാക്കി ചുമന്നുകൊണ്ട് മദീന മാർക്കറ്റിൽ വന്ന് വിൽപ്പന നടത്താൻ സൗകര്യം ചെയ്തു കൊടുക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു ഒട്ടകം കൊടുക്കുന്നു, കൂടെ ഒരാളെ കൂലിക്ക് വിളിച്ചോളൂ എന്ന് പറയുന്നു. എന്നിട്ട് മദീന മാർക്കറ്റിൽ നല്ല ചെലവാകുന്ന സംഗതിയാണ് നീണ്ട പുല്ല്, രാമച്ച പുല്ല്. അത് വീട് മേയാനും മറ്റൊരുപാട് ഉപകാരങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന പുല്ലാണ്. കെട്ടുകെട്ടാക്കി അലി റളിയല്ലാഹു അൻഹു അരിഞ്ഞിട്ട് ഈ ഒട്ടകപ്പുറത്ത് ചുമന്നിട്ട് മദീന മാർക്കറ്റിൽ കൊണ്ട് വിൽപ്പന നടത്താൻ സഹായിക്കുന്നത് ആരാണ്? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. സ്വഹാബിമാരുടെ കൂട്ടത്തിൽ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ ഒരുപാട് തവണ സ്വഹാബിമാര് പിരിവെടുത്ത് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ പിരിവെടുത്തു കൊടുത്ത മഹാന്മാരിൽ ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട സഅദുൽ അസ്വദു സുലമി റളിയല്ലാഹു അൻഹു. കല്യാണം കഴിക്കാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ കല്യാണം കേൾക്കാൻ നബിയെ മഹർ വാങ്ങാൻ ഒന്നിനും കഴിവില്ല. അത് സ്വഹാബിമാർ പറഞ്ഞു, ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് നമ്മളോട് നമ്മളൊരു കൂട്ടുകാരൻ ഇപ്പം എന്താ ചെയ്യുക, കല്യാണം ഉറപ്പിച്ചു പോയി, ആ കച്ചവടം കണ്ടിട്ട് എന്നൊക്കെ കരുതിയെന്ന്, അതാണ് പൂട്ടിപ്പോയും ചെയ്തു. അപ്പം നമ്മളിങ്ങനെ താഴോട്ട് നോക്കി നിൽക്കൂലേ, ഓനെന്തോ ചെയ്തോട്ട് എഴുതിയിട്ട്
കഴിവുള്ള ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടൊന്ന് സഹായം, ഒന്ന് സഹകരണം കൊടുത്താൽ തഖ്വയിലായിട്ട് അള്ളാഹു മുത്തഖീങ്ങളുടെ ലിസ്റ്റിൽ അള്ളാഹു നമ്മളെ എഴുതും. സമ്പത്ത് ആവശ്യമുണ്ടായിട്ടും കുടുംബക്കാർക്ക് കൊടുത്തു എന്നാ പറഞ്ഞു. ആവശ്യമില്ലാതെ എങ്ങനെ ഉണ്ടായപ്പോ കുറെ കൊടുത്തു എന്നല്ല. അപ്പൊ കൊടുത്തേ കുറച്ച് മുൻതൂക്കം കൂടിയിട്ടാണ്. ആ സമ്പത്തിലേക്ക് ആവശ്യമുണ്ട്, താല്പര്യമുണ്ട്, ഒക്കെ ഉണ്ട്. എന്നിട്ടും കുടുംബക്കാർക്ക് കൊടുത്തു, അനാഥകൾക്ക് കൊടുത്തു, മിസ്കിന്മാർക്ക് കൊടുത്തു. കുടുംബത്തിലൊക്കെ ഒരു യത്തീമിനെ അല്ലാഹു തആല തരികയാണെങ്കിൽ അപ്പൊ വേറെ എവിടേക്കെങ്കിലും എഴുതി വിടരുത്, നമ്മൾ നോക്കിയിട്ട് സ്വർഗം വാങ്ങണം എന്നാണ് പറയുന്ന അർത്ഥം. നമ്മൾ എന്ത് ചെയ്യും? അതൊക്കെ വലിയൊരു ഭാരാണല്ലേ, എവിടെങ്കിലും കൊണ്ടുപോയി ഏൽപ്പിക്കുക. അപ്പൊ നമുക്ക് അല്ലാഹു തആല തന്നതിന്റെ അളവ് എല്ലാവരും വിലയിരുത്തും. ഒരു എത്തീമിനല്ല, 10 എത്തീമിനല്ല, 100 എത്തീമിനെ നോക്കാൻ ഒരു പക്ഷെ അള്ളാഹു നമുക്ക് സ്വത്ത് തന്നു, ഒന്നിനെ നോക്കാൻ തന്നു കുട്ടിക്കോളി. നമ്മളെ കുടുംബത്തിൽ നമ്മളെ കീഴിൽ വളർത്താൻ പറ്റിയ ഒന്ന്, ആ ഒന്നിന് സമ്പത്ത് കൊടുത്തിട്ട് സ്വർഗത്തിലെത്തണ്ടേ? അതല്ലേ ഭാഗ്യം. ഉമ്മമാരെ, നിങ്ങളൊക്കെ കേട്ടിട്ടില്ലേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗോദ്ഘാടനത്തിന്റെ ചിത്രം പറഞ്ഞപ്പോ ഒരിക്കൽ തങ്ങൾ പറഞ്ഞു, ഞാൻ സ്വർഗത്തിന്റെ താക്കോല് വാങ്ങിയിട്ട് സ്വർഗം ഇങ്ങനെ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു സന്ദർഭം അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു. അങ്ങനെ ഞാൻ താക്കോൽ ഇങ്ങനെ തുറക്കുന്ന നേരത്ത് ബാക്കിലുണ്ട് ഒരു പെണ്ണ് വന്നിട്ട് ഇങ്ങനെ തിരക്കുന്നു. അമ്പിയാക്കളൊക്കെ നിൽക്കുമ്പോ ഒരു പെണ്ണ് ഇങ്ങനെ തിരക്കി മുന്നോട്ട് വരുന്നു. തിരിഞ്ഞു നോക്കുമ്പോ ആ പെണ്ണ് പറയുന്നു, നബിയെ, തിരക്കി തങ്ങളടുത്ത് എത്താൻ എനിക്കൊരു യോഗ്യതയുണ്ട്. 4 യതീമുകളെ പോറ്റി വളർത്തിയ ഉമ്മയാണ് ഞാൻ. 4 മക്കളെ എനിക്ക് തന്ന ഭർത്താവ്. ഒരാള് യതീമിന്റെ പ്രായം വിടുന്നതിന്റെ മുമ്പ് മരണപ്പെട്ടു പോയി. 4 യതീമാണ്, ഞാനാണ് അതിനെ പോറ്റി വളർത്തിയത്. ആ ഒരു യോഗ്യത കൊണ്ടാണ് മുന്നിലെത്താൻ തിരക്ക് കൂട്ടുന്നത്. എനിക്കൊരു ഗ്രേഡ് ഉണ്ടല്ലോ, ആ ഗ്രേഡിന്റെ അടുത്തെത്തണ്ടേ? അതിനാണ് ഉന്തിത്തള്ളി വരുന്നത്. അത് ചെറിയൊരു സന്തോഷമല്ല. കുടുംബത്തിലൊരംഗത്തെ കിട്ടിയാൽ അല്ലാഹു തആലാന്റെ വജ്ഹ് വിചാരിച്ച് സമ്പത്ത് ചെലവഴിച്ച് മുത്തഖീങ്ങളുടെ ലിസ്റ്റിൽ പെടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെ അല്ലാഹു തആല അവസാനമായി പറയുന്നൊരു ഭാഗമുണ്ടതിൽ, ഞാനതുകൂടി ചുരുക്കി പറഞ്ഞ് അവസാനിപ്പിക്കാം. സമ്പത്ത് ഇങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ആത്മീയമായ മേഖല, നമ്മുടെ ശരീരത്തിന്റെ സംസ്കരണം മുത്തഖീങ്ങൾക്ക് പ്രധാനതാണ്. 3-മതായി പറയുന്നു, അഖാമസ്വലാ. മുത്തഖീങ്ങളാണോ, തഖ്വയാണോ, നിസ്കാരം കറക്റ്റായി നിലനിർത്തുന്നു. സകാത്ത് കൊടുക്കുകയും ചെയ്യുന്നു. നിസ്കാരം നിലനിർത്തണം. എപ്പോഴേ മുത്തഖീങ്ങളെ ലിസ്റ്റിൽ പെടൂ. നിസ്കാരത്തിന്റെ വിഷയം പറയാത്ത മുത്തഖീങ്ങളെ അടയാളം ഖുർആനിൽ കാണാൻ കഴിയൂല. മുത്തഖീങ്ങളെ അടയാളം എവിടെയെല്ലാം അല്ലാഹു പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം അല്ലാഹു എണ്ണിയ ഒരു വിഷയമാണ്, ഒരടയാളമാണ്. നിസ്കാരം നിലനിർത്തുന്നു. നിസ്കാരം ഇപ്പോഴും ഖളാക്കാണെങ്കിൽ നമ്മൾ മുത്തഖീങ്ങളെ ലിസ്റ്റിൽ പെട്ടിട്ടില്ല. ഇപ്പോഴും ആഴ്ചയിലൊന്ന്, മാസത്തിലൊന്ന്, എപ്പോഴെങ്കിലൊക്കെ ഒരു യാത്ര പോകുമ്പോ ഒന്ന് ഖളാ ഉണ്ടോ? സഹോദരങ്ങളെ, സഹോദരിമാരെ, മുത്തഖീങ്ങളെ ലിസ്റ്റിലല്ല. 15 വയസ്സ് തികഞ്ഞ അല്ലെങ്കിൽ പ്രായപൂർത്തി തികഞ്ഞ ചെറുപ്പക്കാരികളോട് പറയട്ടെ, പഠനത്തിന്റെ പേരിൽ പോലും നിസ്കാരം കൈയൊഴിച്ചു പോയാൽ മുത്തഖീങ്ങളെ ലിസ്റ്റിൽ നമുക്ക് സ്ഥാനമില്ല. മുത്തഖീങ്ങൾ നിസ്കാരം തെറ്റിക്കൂല. എന്ത് ശുഗലിലാണെങ്കിലും ശരി, എത്ര തിരക്കുള്ള ജോലിയിലാണെങ്കിലും ശരി, എത്ര ലാഭം കിട്ടുന്ന ബിസിനസ്സിലാണെങ്കിലും ശരി, നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നു. 50-ാമത്തെ വയസ്സിലും ഇപ്പോഴും ജീവിക്കുന്ന മുസ്ലിം ഉപ്പമാരോട് പറയട്ടെ, 3-4 മക്കളുടെ ക്ഷുത്തടക്കാൻ വേണ്ടി നിങ്ങൾ അധ്വാനിക്കാൻ വേണ്ടി പോകുന്നു. പക്ഷേ എന്നും ളുഹ്ർ ഖളാണ്, എന്നും സുബ്ഹി ഖളാണ്. മുത്തഖീങ്ങളെ ലിസ്റ്റിലല്ല. മുത്തഖീങ്ങളെ ലിസ്റ്റിൽ പെടണമെങ്കിലുള്ള സംസ്കരണത്തിന്റെ മാർഗത്തിൽ ആദ്യം അല്ലാഹു എണ്ണിയത് തഹ്ദീബുൻ നഫ്സ്, 3-ാമത്തെ പാർട്ട് അതാണ്, സ്വന്തം ശരീരത്തിന്റെ സംസ്കരണം. അതിന് നിസ്കാരമാണ് അല്ലാഹു ആദ്യം എണ്ണി പറഞ്ഞത്. ആദ്യം ഈമാന് പറഞ്ഞു, പിന്നെ സമ്പത്തുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞു, പിന്നെ നമ്മുടെ ശരീരത്തിന്റെയും ഖൽബിന്റെയും ആത്മീയതയുടെ ഊർജങ്ങളാ പറയുന്നത്. അതിൽ ആദ്യം 3-മതായി എണ്ണിയതിൽ ആദ്യം എണ്ണിയത് നിസ്കാരമാണ്. നിങ്ങൾ കണ്ടോ? വലിയ രസമുണ്ട് സംഗതി. നമ്മളെ കൂട്ടത്തിൽ ആൾക്കാർ
കഴിഞ്ഞ ആഴ്ച ഒരു കൂട്ടര് അജ്മീറിലേക്ക് പോയി സിയാറത്തിന്. അജ്മീർ ഷേഖിന്റെ ഹദ്റത്തിലേക്ക് സിയാറത്തിന് പോയി. അവർ തിരിച്ചു വന്നപ്പോ നിങ്ങളെ യാത്രക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കുമല്ലോ. യാത്രക്ക് സന്തോഷമായിരുന്നു. അങ്ങോട്ട് ട്രെയിനിലൊരു 3 ദിവസം, ഇങ്ങോട്ടും അങ്ങനെ തന്നെ വന്നു. രണ്ട് വൈക്കാ പോയത്. പോകുമ്പോൾ എല്ലാ വഴികളൊക്കെ കണ്ട് പരിചയിച്ച് അത്ഭുതങ്ങളൊക്കെ കണ്ട് വലിയ സന്തോഷമൊക്കെ ആയി. നിസ്കാരമൊക്കെ എങ്ങനെയായിരുന്നു? നിസ്കാരം ഇവിടെ നിന്നുള്ളതൊക്കെ അവിടെ എത്തിയിട്ടും അവിടെ നിന്നുള്ളതൊക്കെ ഇവിടെ എത്തിയിട്ടും. എങ്ങനെ എവിടുക്കാ പോയത്? മുത്തഖീങ്ങളെ ലിസ്റ്റിലാണല്ലേ, ദോഷികളെ ലിസ്റ്റിലാ. ഇവിടുന്ന് നീ വിമാനം കയറിയിട്ട് പോകുന്നു. എവിടുക്കാ പോകുന്നത്? നിന്റെ ജോലി എവിടെ? മക്കത്തുൽ മുക്കറമയില. ആരെയും ചോദിച്ചാ പറയും മദീനത്താണ് ജോലി. ഓ അൽഹംദുലില്ലാ, മദീനത്താ ജോലി. എന്നും സലാം പറയാനും സിയാറത്തിനൊക്കെ തൗഫീഖ് ഉണ്ട്. പക്ഷെ ഇവിടുന്നാണ് പോണ ആൾ നിസ്കരിക്കണ്ടേ? സിയാറത്ത് സലാം പറയും തൗഫീഖ്. ഇവിടുന്ന് ആള് കയറിയിരിക്കുന്നു, വിമാനത്തിൽ കയറിയിരിക്കുന്നു. ഞാൻ വെറുതെ പറയില്ല, നോക്കി അരിച്ച് ആറ്റിക്കുറുക്കി പെറുക്കിയാലും ഒന്നുണ്ടാകും. ഒരു മാലിന്യത്തിലൊരു മുത്തക്കി ഒന്നുണ്ടാകും. ആ ഭാഗ്യത്തിൽ നമ്മളൊക്കെ ഇങ്ങനെ ജീവിച്ചു പോവാണ്. അല്ലെങ്കിൽ ഒരു കുടുംബം ഉണ്ടാവും, അല്ലെങ്കിൽ അരക്കുടുംബം ഉണ്ടാവും. അതിന് ഈ ഒരു അടയാളം തന്നെ എടുത്താൽ മതി, വേറെ ഒന്നും എടുക്കണ്ട. പഴയ കാലത്ത് അങ്ങനത്തെ ആൾക്കാർ ഇങ്ങനെ മുന്നിൽ നിൽക്കാൻ ധാരാളം ഉണ്ടായിരുന്നു. അന്ന് അതിനനുസരിച്ച് ഈമാന്റെയും തഖ്വന്റെയും നല്ല ഉഷിരുണ്ടായിരുന്നു, നല്ല തഖ്വ ഉണ്ടായിരുന്നു, മുത്തഖീങ്ങൾ ഉണ്ടായിരുന്നു. ഓരോന്ന് കൈയൊന്ന് നേരെ ഒന്ന് ഉയർത്തിയാൽ മതി. എന്നും ദ്വാരക്കൊന്നും വേണ്ട, ഒറ്റ ടൈമിൽ ദ്വാരന്നാ മതി. നാട്ടിലിറങ്ങിയൊരു ബലാ മുസീബത്ത് അപ്പ പടികിടക്കും, സംശയമില്ലാതെ പടികിടക്കും. ഒരു വിഷയം ഉണ്ടാവില്ല. പിന്നെ എന്താ ചോദിക്കുന്നൊന്നും മുത്തഖീങ്ങളെ ചോദ്യമല്ല, തനിച്ച ഫാജിരീങ്ങളാണ്, ഫാസിഖീങ്ങളാ. പിന്നെങ്ങനെ പടച്ചോൻ സ്വീകരിക്കാനാ? മക്കയിലാ ജോലി. മക്കത്തുൽ മുക്കറമയിലേക്ക് പോണ ആള് വിമാനം കയറുന്നു. എപ്പോഴാള് വിമാനം കയറുന്നത്? മഗ്രിബാങ്ക് കൊടുത്ത ശേഷം. മഗ്രിബാങ്ക് അയാൾ കേൾക്കുന്നത് വിമാനം ഇങ്ങനെ റൺവേയിൽ ഇങ്ങനെ നിൽക്കാണ്. വിമാനം തുടങ്ങിയിട്ടില്ല. വുളു എടുക്കണ അയാള് വിമാനത്തിന്റെ ഉള്ളിൽ നിസ്കരിക്കണം, നിർബന്ധാണ്. ആ നിസ്കാരം പിന്നെ മടക്കണം. കാരണം എന്താണ്? അപ്പ സമയത്തിന്റെ ബഹുമാനം മാനിച്ചാണ് ആ നിസ്കാരം. പിന്നെ മടക്കുന്നത് ഇത് പൂർണ്ണമാകാത്തത് കൊണ്ടാണ്, ഖിബല ലെവലായിട്ടില്ല. അതുകൊണ്ട് പിന്നെ മടക്കുന്നത് കൊണ്ട് ഈ നിസ്കരിച്ചതിനോ പൂർണ്ണത കിട്ടും. തീരെ നിസ്കരിക്കാതെ പിന്നെ മടക്കിയാലോ പിന്തിച്ച കുറ്റവുമുണ്ട്, ഖളാഇന്റെ തെറ്റും ഉണ്ട്, വൻദോഷത്തിന്റെ കറയും ഉണ്ട്. നമ്മളങ്ങനെ നടക്ക. ഞാൻ കുറെ ചിരിച്ചുപോയി. ഇവലിപ്പോ എന്തിനാണ് അജ്മീർക്ക് പോയത്? എന്തിനാ പോയത്? അജ്മീർ ഷേഖിന്റെ ഹദ്റത്തിൽ സിയാറത്ത് ചെയ്യാനല്ലേ. എന്നിട്ടെന്താ ചെയ്തത്? അപ്പൊ ഉസ്താദെ ട്രെയിനിൽ നിന്ന് എങ്ങനെ നിസ്കരിക്കുക? അതൊക്കെ പഠിച്ചിട്ടാണ് പോയപ്പോ. ആരപ്പോ വേണം പോകാൻ പറഞ്ഞ്? പഠിക്കണം, അതിനനുസരിച്ച് വന്നോളി, പഠിപ്പിച്ചുതരാം. ഒക്കെ കൂടി ഇപ്പൊ ഈ 2 മണിക്കൂറിനൊന്നും പറയാൻ കഴിയില്ല. ഒക്കെ പഠിക്കണം. വിമാനത്തിൽ എങ്ങനെ നിസ്കാരം? വിമാനത്തിൽ യാത്ര ചെയ്തപ്പോ ഞാനും നോക്കിയിട്ടുണ്ട് എത്ര ആൾ നിസ്കരിക്കുന്നുണ്ട്. ആരും നിസ്കരിക്കണില്ല. ഞാനിങ്ങനെ ആലോചിച്ച് പഠിച്ചോനെ ഇത് അവിടെ നിന്ന് എത്തിക്കിട്ടിയ അതിനിടയ്ക്ക് എന്താ അപകടം സംഭവിച്ചാലും സംഗതി കാരണത്തിൽ അധികമുള്ളതാ. അധികം കൂർക്കം വെച്ചിറങ്ങുന്നു. അതിലുള്ള 95% ആൾക്കാരും നമ്മളെ മെമ്പർമാരാ. പേരക്കണ് കേട്ടാ റളിയല്ലാഹു അൻഹു ചൊല്ലും. ആ ജാതി ഉഷാറുള്ള ആൾക്കാരാണ്. ആണും ഉണ്ട്, പെണ്ണും ഉണ്ട്. ആ സമയത്ത് നിസ്കരിക്കുന്ന ഒരാളെ ശ്രദ്ധിച്ചു നോക്കുക. ഒറ്റ നിന്നെ കാണണ്ടേ. പിന്നെ എന്താ കാണുന്നത് അങ്ങനെ ഉറങ്ങുന്നുണ്ട്, കൂർക്കം വലിച്ച് ഉറങ്ങുന്നുണ്ട്. അല്ലെ എ സിയിലല്ലേ. ആൾക്കാർക്ക് പറയാനെന്ത് ഉഷാർ. എവിടെ ജോലി? മക്കത്താ. എന്ന് ഹറമിന്റെ അടുത്താണ്. എന്ന് തവാഫ് ചെയ്യാറ്. ആരായി പോണത്? എന്തിനായി പോണത്? എവിടേക്കായി പോണത്? എന്താണ് ആ പോക്കിന്റെ? ആ യാത്രന്റെ ലക്ഷ്യം എന്താണ്? ആ യാത്ര ഹലാലായ യാത്രയാണോ ദോഷത്തിന്റെ യാത്രയാണോ? ഇപ്പൊ ഇങ്ങനെ പോയി അജ്മീറിലേക്ക് പോയ ടീമിന്റെ യാത്രയെ പറ്റി നിങ്ങൾക്ക് എന്താ പറയാള്? യാത്ര സുന്നത്തായ യാത്ര എന്നാണോ, അല്ലെങ്കിൽ ദോഷമുള്ള യാത്ര എന്നാണോ? മാസിയത്തിന്റെ യാത്ര, കുറ്റകരമായ യാത്രയാണ്. കുറ്റകരമായ യാത്ര. സഹോദരങ്ങളെ, നിങ്ങൾ ഈ നാട്ടില് ഏതെങ്കിലും ഒരാളെ കാണാത്തതിന്റെ പേരിൽ തെരയുന്നു എന്ന് കൂട്ടിക്കോളൂ. ശക്തമായി തെരയുകയാണ്, മലവെള്ളപ്പാച്ചിലോ മറ്റൊരാൾ പോയിട്ട്. പക്ഷേ അപ്പോഴും മുഅ്മിനായ മനുഷ്യന്റെ പെരടിയിലുള്ള നിസ്കാരമുണ്ടല്ലോ, അതിന് വിട്ടുവീഴ്ചയില്ല. ഒരു ശരീരത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്
ആ ശരീരം ഒന്ന് പെറുക്കെടുക്കാൻ വേണ്ടിയാണ് എല്ലാവരും സാഹസികമായി തെരയുന്നതെങ്കിലും ആ ടൈമിൽ ഒരു 5 മിനിറ്റ് സമയമായോ നിസ്കരിച്ചോളണം. പള്ളിയിൽ തന്നെ വന്നോളണമെന്നില്ല. ഖിബില ശരിയാക്കി പുഴക്കരയിൽ വെച്ച് നിസ്കരിച്ചോ, തെരയുന്ന ബോട്ടിൽ വെച്ച് നിസ്കരിച്ചോ, തെരയുന്ന തോണിയിൽ വെച്ച് നിസ്കരിച്ചോ, എവിടെയാണെങ്കിലും ഐനമാ അദറക്കത്ത് ഉമ്മത്തി അസ്സലാ, എന്റെ ഉമ്മത്തിന് ഭൂമിയിൽ എവിടെ വെച്ച് നിസ്കാരം വന്നാലും ശരി നിസ്കരിച്ചോരണം. ഭൂമി മുഴുവനും നിസ്കരിക്കാൻ പറ്റുന്ന പാകത്തില്, ശുദ്ധീകരിക്കാൻ പറ്റുന്ന പാകത്തിൽ ഭൂമിയെ അല്ലാഹു തആല സംവിധാനിച്ചു തന്നു. നമ്മുടെ നാട്ടിൽ പഴയ കാലത്തൊക്കെ ആ മുസ്ലിം സഹോദരങ്ങൾ വീട്ടിൽ ജോലിക്ക് പോയാൽ ഒന്ന് കയ്യും കാലും നിസ്കരിക്കുന്ന പോലും ഉപയോഗിക്കാത്തൊരു പായ വിരിച്ചു തരൂലേ? പറ്റുന്നൊരു എന്നാ ബഹുമാനം, 100 പവറുള്ള ബഹുമാനം. ഇന്ന് നിസ്കരിക്കണേന്നു ഞങ്ങളൊന്നും ഉപയോഗിക്കാത്തൊരു പായ ഉണ്ട് ഇവിടെ, അത് വിരിച്ച്. ഇങ്ങനെയാണ് ഇവിടെ കിബില, എങ്ങനെയാണ് അവർ പറഞ്ഞുതരും, ശരിക്കും കറക്റ്റ് പറഞ്ഞുതരൂലേ? എവിടെ പോലെ തന്നെ നോക്കി ചിരിച്ചാണ് നമ്മൾ. നിങ്ങൾക്ക് അടിച്ച് കയ്യാക്കാൻ പറ്റൂലേ പെട്ടെന്ന്, കാരണം ഇതിന് നിസ്കാരത്തിന് തക്കവയൊന്നുമില്ലല്ലോ, പെട്ടെന്ന് പീസാവൂലേ? നമ്മളെ പറ്റി മനസ്സിലായി കഴിഞ്ഞില്ലേ? മുത്തഖീങ്ങളായ അത്തരത്തിലുള്ള ആളുകൾക്ക് എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഭൂമിയിൽ ആരും ചെയ്തു കൊടുത്തിരുന്നു. സക്കാത്തിനെ ചേർത്തി പറഞ്ഞത് കണ്ടില്ലേ സഹോദരങ്ങളെ? സക്കാത്ത് കൊടുക്കുകയും ചെയ്തവർ സക്കാത്ത് കണക്കനുസരിച്ച് കൊടുക്കേണ്ടതുണ്ട്. നിങ്ങൾ ഒരാൾക്ക് കൊടുത്തു, ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി പണം കൊടുത്തു, സൂക്ഷിക്കാനാണ് കൊടുത്തത്. അയാളെ കയ്യിൽ സൂക്ഷിപ്പിട്ടോ? സൂക്ഷിപ്പുണ്ട്. ഓരോ വർഷവും കഴിയുമ്പോൾ അയാൾ ചോദിക്കും, ഇപ്പൊ തരട്ടെ? ഇപ്പൊ വേണ്ട, എന്റെ വീട്ടിൽ വെക്കാൻ അത്ര സുരക്ഷിതല്ല, എന്റെ സെൽഫിൽ തന്നെ നിന്നോട്ടെ. എത്ര നിങ്ങൾ കൊടുത്തിന്? 10 ലക്ഷം കൊടുക്കാൻ പറ്റുമല്ലോ, സൂക്ഷിക്കാൻ കൊടുക്കുന്ന കുഴപ്പം. 10 ലക്ഷം സൂക്ഷിക്കാൻ കൊടുത്തു. അങ്ങനെ ഓരോ വർഷവും ഇങ്ങനെ കഴിയുമ്പോൾ അതിനനുസരിച്ച് സക്കാത്ത് അങ്ങനെ കൊടുക്കണം. ഉസ്താദ് അപ്പൊ സൂക്ഷിക്കാൻ കൊടുക്കാതിരിക്കാൻ നല്ല, വേറെ എവിടെക്കെങ്കിലും ചെലവഴിക്കുന്നല്ല. ആ സൂക്ഷിക്കാൻ കൊടുത്തതിൽ അല്ലാഹു തആല കൊടുക്കുന്ന സക്കാത്തിനനുസരിച്ച് ബർക്കത്ത് അങ്ങനെ ഏറ്റി അങ്ങനെ തരും. കൊടുക്കുന്നതിൽ ബർക്കത്ത് അങ്ങനെ കിട്ടിയ അനുഭവിച്ച ആളുകൾ എത്രയാ സഹോദരങ്ങളെ ഉള്ളത്. സക്കാത്ത് കൊടുത്തിട്ട്, സ്വതക്ക കൊടുത്തിട്ട്, കണക്കനുസരിച്ച് സക്കാത്ത് കൊടുത്തിട്ട് അള്ളാഹു കൊടുത്ത ബർക്കത്ത്, അത് അള്ളാഹു ബർക്കത്ത് ചെയ്യുന്ന അള്ളാഹു തആല നമ്മളെ പഠിപ്പിച്ചൊരു സംഗതിയാണ്. അള്ളാഹുവിന്റെ പൊരുത്തം വിചാരിച്ച് നിങ്ങൾ കൊടുക്കുന്ന സക്കാത്ത് ഒന്നും കുറയൂല. അള്ളാഹു തആല അതിനെ വർദ്ധിപ്പിച്ച് തരും, ഇരട്ടിയാക്കി തരും, എത്രയും ഇരട്ടിയാക്കി തരും. എനിക്ക് പരിചയമുണ്ട്. കഴിഞ്ഞ കൊറോണക്കാലത്ത്, കഴിഞ്ഞല്ല അതിന്റെ മുമ്പത്തെ കൊറോണക്കാലത്ത്, ഒരു ഡിഗ്രി കൂടുതലുള്ള കൊറോണക്കാലം, ഒന്നും അങ്ങോട്ടും അനങ്ങാൻ പറ്റാത്ത അന്നത്തെ ഒരു കച്ചവടക്കാരൻ, അയാൾക്ക് യാതൊരു കുറവുണ്ടായിട്ടില്ല. സത്യത്തിൽ ആൾ ആഴ്ചയിൽ 2 ദിവസമൊക്കെ തുറന്നിട്ടുണ്ടെങ്കിലും ഒരാഴ്ചത്തെ കച്ചവടത്തിന് 2 ദിവസം കൊണ്ട് കിട്ടിയിട്ടുണ്ട്. എന്താ കാരണം എന്നറിയാം? സക്കാത്ത് കറക്റ്റ് കൊടുക്കുന്ന ആളാണ്. അതാണ് അയാളോട് എനിക്ക് നഷ്ടമൊന്നുമില്ല, അല്ലാഹു തആല തന്റെ പോലെ തന്നിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ കേൾക്കുമ്പോൾ എന്ത് ചെയ്യാം? ഇനി അങ്ങനെ ഒന്ന് വന്നാൽ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കാം, അങ്ങനെ കിട്ടുമെന്നല്ലേ? പരിശോധനയ്ക്ക് വേണ്ടിയല്ല, നിയമം പാലിച്ചുകൊണ്ടാണ് കൊടുക്കേണ്ടത്. ഏതെല്ലാം മൂപ്പില സക്കാത്ത്? മുമ്പത്തേക്കാൾ ഇപ്പൊ സക്കാത്ത് കൂടുതലാണോ വരിക, കുറവാണോ വരിക? കൂടുതലാ വരിക അല്ലേ? അത്രയും കണ്ട് ഡെപ്പോസിറ്റ് എല്ലാവരുടെ കയ്യിലുണ്ട്. ഉണ്ട് എന്നുള്ള എന്താ തെളിവ്? ഉണ്ട് എന്നുള്ള തെളിവ് കണ്ടില്ല നിങ്ങൾ? ഈ കൊറോണ അങ്ങോട്ട് കെട്ടഴിഞ്ഞ സമയത്ത് തന്നെ എത്ര ബിൽഡിങ്ങുകളാ, എത്ര ഷോപ്പുകളാ, എത്ര മന്തിക്കടകളാ വന്ന്. ഒന്നുമില്ലാതെ വെറുതെ വരുമോ? വെറുതെ വരുമോ? ഉണ്ടായിട്ടല്ലേ അതൊക്കെ വന്നത്. അപ്പൊ ഉണ്ട് എന്നല്ല അതിനർത്ഥം, ഇല്ലാതെ വരുമോ? ഇല്ലെങ്കിൽ ഒന്നും വരാൻ പാടില്ലല്ലോ. ആൾക്കാരൊക്കെ പറ്റ കുടുങ്ങി, ആൾക്കാരൊക്കെ എല്ലാ ഭാഗത്തും സംഭാവന എടുത്ത ആൾക്കാർ സഹകരിച്ചണ്ടേ? ഉണ്ട്, ഡെപ്പോസിറ്റായി ധാരാളമുണ്ട്. കണക്ക് പടച്ച റബ്ബിനറിയും. കണക്കനുസരിച്ച് കൊടുക്കണം. സക്കാത്ത് കൊടുത്താൽ ചില ആൾക്കാർക്ക് പേടി, നമ്മളടുത്ത് ഉണ്ട് എന്ന് ആൾക്കാർ അറിഞ്ഞോട്ടൊരു കുഴപ്പമൊന്നുമില്ല. കടം വാങ്ങാൻ വേണ്ടി വന്നാലോ, വീട്ടാൻ സൗകര്യമുള്ള ആർക്ക് കൊടുത്താൽ മതി. ചോദിച്ചവർക്ക് കടം കൊടുക്കുന്ന നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ഉണ്ടാവും. ആരും ഒന്ന് ചോദിച്ചാലും കടം കൊടുക്കണമെന്നുണ്ടാവും. കടം വാങ്ങിപ്പോണ ആള് വീട്ടാൻ കഴിവുള്ള ആളാകണം. അല്ലെങ്കിൽ പിന്നെ പകുതി അയാളും പൊരുത്തപ്പെട്ട്, പകുതി ഞാനും പൊരുത്തപ്പെട്ട് വരേണ്ടിരുന്നു ലാസ്റ്റ്. അങ്ങനെ വേണ്ട. അയാൾക്ക് തിരിച്ചു തരാനുള്ള യോഗ്യത കഴിവൊക്കെ ഉണ്ട്, തരുന്ന ആളുമാണ്. കൊടുത്തോളി, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് കൊടുത്തോളി. ആ കൊടുക്കുന്ന സമയത്ത് നീതിപരമായിട്ട് ന്യായപരമായിട്ട് കിട്ടണമെങ്കിൽ അതിനനുസരിച്ചുള്ള സാക്ഷികളും ഒപ്പുകളൊക്കെ രേഖപ്പെടുത്തിയോളി. ഞാൻ ന്യായപരമായിട്ട് ഇടപെടാൻ കഴിയും. അതില്ല, നമ്മളയാളെ വിശ്വാസം കൊണ്ട് കൊടുത്താണ്, ആ വിശ്വാസം കൊണ്ട് തിരിച്ചും കിട്ടും ചെയ്തോളൂ.
പക്ഷെ സക്കാത്ത് കണക്കനുസരിച്ച് കൊടുക്കണം. അത് എത്ര കുറവാണെങ്കിലും, കുറഞ്ഞതല്ലേ അള്ളാഹു തആല കൽപ്പിച്ചിട്ടുള്ളൂ. നിങ്ങളൊക്കെ അള്ളാഹു തന്ന എളുപ്പം. 1,00,000 രൂപക്കാണ് സക്കാത്ത് നമുക്ക് നിർബന്ധമായി വന്നതെങ്കിൽ ആകെ 2.5% സക്കാത്തല്ലേ. അതിന്റെ 10-1 ഇല്ല, 20-1 20-1 5,000 കൊടുക്കണ്ടേ, 10-1 10,000 കൊടുക്കണ്ടേ? നിർബന്ധാക്കിയില്ലല്ലോ. 2.5%, ഒരു 2,500. അതിനാപ്പം മനുഷ്യന്മാർ പിശുക്കണം. റിലീഫ് കൊടുക്കും, സംഭാവന കൊടുക്കും, സഹായം കൊടുക്കും. പക്ഷെ ഏത് കൊടുക്കൂല? സക്കാത്ത് കൊടുക്കൂല. ഏത് കൊടുത്തിട്ടില്ലെങ്കിലും സക്കാത്ത് കൊടുക്കണം. അത് നിർബന്ധമായ ഒരു സംഗതിയാണ്. നിസ്കാരത്തിന്റെ സ്വീകാര്യതക്ക് വളരെ അനിവാര്യമായ ഒന്നാണ് സക്കാത്ത് കൊടുക്കുക. കടം കൊടുത്തിട്ടുണ്ട് ഉസ്താദെ, കിട്ടുന്നൊരു പ്രതീക്ഷയില്ല, കിട്ടുമ്പോ കൊടുത്തോളി, കൂട്ടിയച്ചാൽ മതി. 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് 5 ലക്ഷം കൊടുത്ത് കിട്ടിയതെങ്കിൽ ആ 5 കൊല്ലത്തിന് കണക്കാക്കിയിട്ട് ആ കിട്ടിയ സമയത്ത് കൊടുക്കണം. എന്താ ബുദ്ധിമുട്ട്? അല്ല, നിങ്ങൾക്ക് കൊടുക്കാൻ ഓരോ കൊല്ലം കൊടുക്കാൻ വേറെ വകുപ്പുണ്ട്, കൊടുത്തോളി, എന്നാലും ബാധ്യത വിടും. കൊടുക്കൽ ഉജൂബാണ്, കിട്ടിയിട്ട് കൊടുത്താൽ മതി, പ്രശ്നമൊന്നുമില്ല. പക്ഷെ കൊടുക്കണം. ഏതെല്ലാം വകുപ്പ് വരും? കടം, പിന്നെ ഏതാ? കുറി. അപ്പൊ കുറി പറഞ്ഞാൽ കുറെ ആൾക്കാർ മേലാൽ കുറി കൊടുൂല, കുറി. അതേപോലെ തന്നെ ഫണ്ടുകൾ, സർക്കാർ വകുപ്പിൽ കിട്ടുന്ന ഒരുപാട് ഫണ്ടുകളുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർ വേഗം കഴിച്ചില്ലാണ്ട ഫണ്ടുകൾ ഒരുപാടുണ്ട്. ആ ഫണ്ടുകളിലൊക്കെ പല ഫണ്ടുകളിലും കെട്ടിക്കിടക്കണ പൈസ ഉണ്ട്. ഇവര് നേരത്തെ അടച്ചതാണ്. ആ അടച്ച പൈസന്റെ തുക കറക്റ്റ് ഓർമ്മ ഉണ്ട്. വേറെ ഏത് മറന്നാലും മറക്കൂലല്ലോ. അവന് നമ്മൾ കൂടപ്പുറപ്പ് അങ്ങനെയല്ലേ, ഞാൻ ഇത്ര അടച്ചിട്ട് കറക്റ്റ് ഓർമ്മ ഉണ്ടാവുമല്ലോ. ആ കറക്റ്റിനനുസരിച്ച് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കണം. കൊടുത്തോളി. അല്ലാതെ കിട്ടുന്ന തുകക്കണനുസരിച്ച് കൊടുക്കണം. നിങ്ങൾ കണ്ടില്ലേ, ഒരാൾക്കിപ്പോ ഒരു പറമ്പിൽ നിന്ന് ഒരാൾക്ക് നിധി കിട്ടി. ആ നിധിയും തൂക്കത്തിനും അളവിനനുസരിച്ച് സക്കാത്ത് കൊടുക്കേണ്ട കണക്കുണ്ടെങ്കിൽ അതിനും കൊടുക്കണമല്ലോ സക്കാത്ത്. അതിന്റെ പറമ്പ് നിനക്ക് കിട്ടിയല്ലേ എന്ന് പറയാൻ പറ്റുമോ? എന്താ കാരണം? മറ്റുള്ളവർക്ക് നിന്റെ സ്വത്തിൽ അല്ലാഹു തആല ഒരു നിർബന്ധ വിഹിതം വെച്ചിട്ടുണ്ട്. അതിന് നീ അർഹനാണെങ്കിൽ കൊടുക്കേണ്ട അർഹതയില്ലാത്ത ആളോട് അല്ലാഹു തആല ചോദിക്കൂല, എന്തേ കൊടുക്കാഞ്ഞു ചോദിക്കൂ? അയാൾക്ക് അർഹതല്ലല്ലോ, സക്കാത്തിന് അർഹതല്ല, ആളെന്നും ഫക്കീറാണ്, അതൊക്കെ രക്ഷപ്പെട്ടു. അപ്പൊ നമ്മൾ ചിന്തിക്കും, ആഖിറത്തിൽ കൊടുക്കാത്ത കണക്കിങ്ങനെ ചോദിക്കുമ്പോ ഞാൻ അന്ന് ഫക്കീറായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനേന്ന് ചിന്തിക്കും. അന്ന് ചിന്തിച്ചിട്ട് എന്താ കാര്യം? ഇന്നൊരാളോട് ഫക്കീറാകാൻ പറഞ്ഞാൽ ആർക്കും താല്പര്യമുണ്ടോ? അന്ന് ഫക്കീറന്മാര് നേരത്തെ ഇങ്ങനെ കയറിപ്പോവും. പണക്കാര് കയറുന്നതിന്റെ 500 കൊല്ലം മുമ്പ് ഫുഖറാ സ്വർഗത്തിൽ കടക്കുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സമ്പന്നര് സ്വർഗത്തിലെത്തുന്നതിന്റെ 500 വർഷം മുമ്പ് സാധുക്കൾ സ്വർഗത്തിൽ കടക്കും. നിന്നോട് സർവ്വ കണക്കുകളും കെട്ടയിച്ച് അല്ലാഹു തആല എണ്ണി ചോദിക്കുകയാണ്. ഇന്ന സമയത്ത് കിട്ടിയൊരു 10 ലക്ഷം 2 വർഷം ഡെപ്പോസിറ്റ് ചെയ്തു. ഇന്ന സ്ഥലം വിറ്റിട്ട് കിട്ടിയ 5 ലക്ഷം നിന്റെ കയ്യിൽ 5 വർഷം ഡെപ്പോസിറ്റ് ചെയ്തു. നിന്റെ ഭാര്യക്കുള്ള സ്വർണ്ണാഭരണങ്ങളിൽ നിന്ന് ഒരു 10 പവൻ മാത്രം ധരിച്ച് ബാക്കി 30 പവൻ പണയം വെച്ചു. സക്കാത്ത് അതിനും വരും സഹോദരങ്ങളെ. 20 പവൻ നീ വായ്പയായി മറ്റൊരാൾക്ക് സഹായത്തിന് കൊടുത്തു. ആ വായ്പ 20 പവൻ ഇങ്ങോട്ട് തിരിച്ചു കിട്ടാനുള്ളതാണ്. 30 പവൻ പണയം വെച്ചതും തിരിച്ചെടുക്കുന്നതാണ്. ഒന്നും അവിടെയല്ല, കടത്തിന്റെ ഹുക്കുമിലാണ്. സക്കാത്ത് കൊടുക്കേണ്ടതാണ്. കണക്കായി ഇങ്ങനെ ചോദിക്കുമ്പോ ഫക്കീറന്മാര് മന്ദം സ്വർഗത്തിലേക്ക് നീങ്ങുമ്പോ ഞാനൊരു ഫക്കീറായില്ലല്ലോ, ഞാനൊരു ദരിദ്രനായില്ലല്ലോ എന്നവിടെ ചിന്തിച്ചിട്ട് കാര്യമുണ്ടാവുകയില്ല. അതേ സമയത്ത് കണക്കനുസരിച്ച് കൊടുത്തവനാണോ, ആ കണക്ക് ബോധ്യപ്പെടുത്തിയാൽ വേഗം നീങ്ങുന്നു. ഓരോ കണക്കുകളും അല്ലാഹു തആല ചോദിക്കും. ആ കണക്കനുസരിച്ചുള്ള സന്തോഷത്തിന്റെ മറുപടിയും കിട്ടിയാൽ, കഴിവിന്റെ പരിധിയിൽ പെടാത്തതോ ഓർമ്മക്കുറവ് കൊണ്ട് സംഭവിച്ചതോ വിവരക്കേട് കൊണ്ട് സംഭവിച്ചതോ അള്ളാഹുവിന്റെ മഹദ് ഫദ്ൽ കൊണ്ട് അള്ളാഹ് പുറത്തു തന്നാ നമ്മൾ രക്ഷപ്പെടും. അല്ലെങ്കിലോ അതിലും കുടുങ്ങിപ്പോയി. സക്കാത്തിന്റെ വിവരം അറിയാത്തവരാരും ഇല്ല. പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളെ ശരീരത്തിലുണ്ടായിരുന്ന 50 പവൻ, അതിലൊരു 15 പവൻ നിങ്ങളെ സഹോദരിക്ക് വേണ്ടി താൽക്കാലികം കൊടുത്തു. സഹോദരി പൊതുജീവിതത്തിലേക്ക് പോകാണ്. ആ 15 പവൻ പിന്നെ സാമ്പത്തിക ശേഷി എത്തിയിട്ട് മറ്റുള്ളവരൊരു 15 വാങ്ങിക്കൊടുക്കുമ്പോ തിരിച്ചിങ്ങോട്ട് കിട്ടാനാണ്. സ്വതക്ക കൊടുത്തതല്ല, വായ്പ കൊടുത്തതാണ്, തിരിച്ചിങ്ങോട്ട് കിട്ടാനുള്ളതാണ്. അതിന് സക്കാത്ത് വരുന്നു. ധരിക്കുന്ന പെണ്ണിനല്ല, ധരിക്കാൻ കൊടുത്ത പെണ്ണിനാണ് സക്കാത്ത് വരുന്നത്. അവിടെ ക്യാഷ് അല്ല കൊടുക്കേണ്ടത്,
സ്വർണ്ണമാണ് കൊടുക്കേണ്ടത്, പക്ഷെ കുറഞ്ഞ ശതമാനം ഉണ്ടാകുള്ളൂ, സ്വർണം കൊടുക്കണം എന്ന് രീതിയിൽ പേടിക്കണ്ട, കൊടുക്കണ്ടേ. ഇങ്ങനെ കൂട്ടി നോക്കുമ്പോൾ എത്ര ഭാഗങ്ങളുണ്ട്, എത്ര പാർട്ടുകളുണ്ട്. വാത സക്കാ. മൂന്നാമതായി അള്ളാഹു പറയുന്നു വൽ മൂഫൂന ബി അഹ്ദിഹിം ഇദാ അഹദു. ഒരു വാക്ക് ചെയ്താൽ ആ വാക്ക് പാലിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് പൂർത്തീകരിക്കുന്നവരാകും. അള്ളാഹുവിനോട് വെക്കുന്ന കരാറും മനുഷ്യന്മാരോട് വെക്കുന്ന കരാറും അതൊരു തഖ്വന്റെ അടയാളാണ്, ലംഘിക്കാൻ പാടില്ല. അള്ളാഹിനോട് നമ്മളൊരു കരാറ് വെച്ചു. എന്താ കരാറ്? പടച്ചോനെ, ഞാനിപ്പോൾ വല്ലാത്തൊരു കലശലായ രോഗത്തിലാണ്, ഈ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഈ രോഗത്തിന് ഡേഞ്ചറാണ് ഡോക്ടർമാരൊക്കെ പറയുന്നത്, അറിഞ്ഞെടുത്തോളം ചെറിയ ചികിത്സ ഒന്നും പോരാ, നീ ഇതെങ്ങാനും മാറ്റി തന്നാൽ ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ കൊടുക്കും. മാറിയാണ് കിട്ടി. എന്നിട്ടോ ആ പറഞ്ഞ സംഗതിയോ? ആ പറഞ്ഞ സംഗതി എവിടെ? അത് പാലിച്ചോ? അത് പൂർത്തീകരിച്ചു. വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കാനുള്ള കഴിവ് വലിയൊരു കഴിവാണ്. വാക്ക് പാലിക്കണം സഹോദരങ്ങളെ. കരാർ ചെയ്താൽ കരാറ് പാലിക്കണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒറ്റ വാഗ്ദാനങ്ങളും നടപ്പിലാക്കാതെ പോയിട്ടില്ല. തങ്ങളെ വഫാത്തിന് ശേഷം ആദ്യമായി പൊതുഖജനാവിലേക്ക് സ്വത്ത് വന്നത് ബഹ്റൈനിൽ നിന്നാണ്. ഇന്ന് നമ്മൾ കേൾക്കുന്നത് ബഹ്റൈനിൽ നിന്ന് സ്വത്ത് വന്നപ്പോ അന്നത്തെ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനങ്ങളെ വിളിച്ചിട്ട് ചോദിച്ചു, ജനങ്ങളെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടം തരാനുണ്ടെങ്കിൽ, വല്ല വാഗ്ദാനവും പറഞ്ഞിട്ട് കിട്ടാനുണ്ടെങ്കിൽ വന്നോളൂ, തരാം. ആരോടെങ്കിലും ഇനി സ്വത്ത് വന്നാൽ ഇങ്ങനെ തരാന്നുള്ള വാക്ക് നേരത്തെ പറഞ്ഞിട്ട് തങ്ങൾ വഫാത്തിന് മുമ്പ് പറഞ്ഞിട്ട് വന്നോടി വന്നു. ജാബിർ റളിയല്ലാഹു അൻഹു വന്നു, എന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഇനി അടുത്ത സ്വത്ത് ഇസ്ലാമിലേക്ക് വരുമ്പോ ഇത്രയും തരാന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ട് കൈ ഇങ്ങനെ കൂട്ടിയിട്ടാ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, എന്നാ ഇതിന്ന് വാരിക്കോളൂ എന്ന് പറഞ്ഞു. ഗോതമ്പല്ല, ദിർഹമ. ചാക്കിന്ന് വരാൻ പറഞ്ഞു. കൈ കൂട്ടിയിട്ട് മഹാനവർകൾ വാരി എണ്ണിക്കൂടി എന്ന് പറഞ്ഞു. 500 ദിർഹമുണ്ട്. അതിലേക്ക് 1000 കൂട്ടിക്കൊടുത്തു. 1500 ദിർഹം. കാരണം ഒരു പിടിക്ക് 500 ആകുമ്പോൾ അടുത്ത പിടിക്ക് 2 പിടിക്ക് 1000 അല്ലേ? 1500 ദിർഹം. അതും പാലിക്കപ്പെട്ടു പോയി. ഒരൊറ്റ വാഗ്ദാനവും പാലിക്കപ്പെടാത്തയില്ല. വഫാത്തിന് മുമ്പ് പറഞ്ഞതാ. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കി. അവിടേക്ക് അങ്ങനെ കൊടുക്കാം, എവിടേക്ക്? അതാ നമ്മൾക്ക് പറ്റുന്നത് പറഞ്ഞാൽ മതി. ഇവിടെ എവിടെ ഇല്ലാത്ത ഏതോ ലക്നോയിലെ മക്കാമിലേക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ അത് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. നമ്മളാണ് അങ്ങോട്ട് ഒത്തൂല, കൊടുക്കാണ്ട് പോകൂല. കഴിയുന്നത് പറഞ്ഞാൽ മതി, ആവുന്നത് ഏൽക്കുക. ആ ഏൽക്കുന്നതൊക്കെ ഘട്ടം ഘട്ടമായി പൂർത്തീകരിക്കുക. നമ്മൾ എഴുതി വെക്കുക. ഒരു പക്ഷേ നമ്മളെ പരിധിയിൽ പൂർത്തീകരിക്കാനുള്ള ടൈം എത്തിയില്ലേ, നമ്മളെ നല്ല നീയത്തുകൊണ്ട് ബാക്കിയുള്ളവർ പൂർത്തീകരിക്കും. വൽ മൂഫൂന ബി അഹ്ദിഹിം ഇദാ അഹദു. മക്കളോട് വാപ്പാര് പറയുന്ന വാഗ്ദാനങ്ങളും അങ്ങനെ, ഭാര്യനോട് ഭർത്താക്കന്മാർ പറയുന്ന വാഗ്ദാനങ്ങളും, ഭർത്താവിനോട് ഭാര്യ പറയുന്ന വാഗ്ദാനങ്ങളും, മക്കളോട് ബാപ്പ പറയുന്ന വാഗ്ദാനങ്ങളൊക്കെ അതിൽപ്പെട്ടു. കൂട്ടുകാരനോട് പറഞ്ഞു, ഒരു കച്ചവടമുണ്ട്, കച്ചവടം അടിച്ചാൽ 25,000 എനിക്ക് ഫ്രീ. പറഞ്ഞപ്പോ പറഞ്ഞതാ, പിറ്റേ തന്നെ കച്ചവടം അടിച്ചു. കച്ചവടം അടിച്ച വിവരം ഈ പറഞ്ഞ കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞു, അല്ല കച്ചവടം അടിച്ചല്ലോ, 25,000 കാശ് കിട്ടട്ടെ, തരും. എന്നാ കാശ് കിട്ടുക? സെപ്റ്റംബറിൽ കിട്ടും. അപ്പൊ മറ്റാൾ സെപ്റ്റംബർ അങ്ങനെ ദ്വാരന്ന് കാത്തുന്നു. അപ്പൊ സെപ്റ്റംബർ വന്നപ്പോൾ കാശും കിട്ടി. അല്ല 25,000. ഞാനതന്നങ്ങനെ ആലോചിച്ചില്ല. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ പറഞ്ഞാണ്, കണ്ടാ, ഒടിയരുത്, എണ്ണ അങ്ങോട്ട് കൊടുക്കണം. അതാണ് മുത്തഖീങ്ങളുടെ ലക്ഷണം. എണ്ണ അങ്ങോട്ട് കൊടുക്കണം. നിന്റെ ഒരു വാക്ക് അത് നിന്റെ വാക്കും കീറച്ചാക്കും ഒരുപോലെ നാകരുത്. മുത്തഖീങ്ങളൊരു വാഗ്ദാനം, ആ വാഗ്ദാനം പോലെ നടപ്പിലാക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി മഹത്വം പറഞ്ഞപ്പോൾ അള്ളാഹു എണ്ണി പറഞ്ഞില്ലേ, വ ഇബ്രാഹിം അല്ലദീ വഫാ, വാക്ക് പാലിച്ച ഇബ്രാഹിം അലൈഹിസ്സലാം. എന്താണോ അല്ലാഹു തആല പറഞ്ഞത് ആ പറഞ്ഞത് അങ്ങനെ, ഒരു മാറ്റമില്ല. 86-ാമത്തെ വയസ്സിൽ ഒരു കുട്ടി ഉണ്ടായിട്ട് ആ കുട്ടിയൊന്ന് കളിപ്പിക്കാനും കൂടി നിൽക്കാതെ അവിടെ ആ മക്കത്ത് പരിസരത്ത് കൊണ്ടുപോയി ആക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഒന്ന് ആലോചിച്ച് നോക്കി സഹോദരങ്ങളെ. 86-ാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് ഒരു കുട്ടി ഉണ്ടാകുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്. ആ കുട്ടിയും കൊണ്ട് കളിപ്പിച്ച് നിങ്ങൾ ഇരിക്കരുത്. നിങ്ങൾ ആ കുട്ടിയെ വേഗം അവിടെ ഇന്ദ ബൈത്തിക്കൽ മുഹറം, പരിശുദ്ധമായ കാബന്റെ ചാരത്ത് കൊണ്ടുപോയി താമസിപ്പിക്കണം. നിങ്ങൾ കൂടെ തിരിച്ചു പോരണം. ആ വാക്ക് അങ്ങനെ തന്നെ, ഒരു മാറ്റമില്ല. ഇനി കുറച്ചുകൂടി കാലം കഴിഞ്ഞ് വലുതായി ആ മകനെ ഒന്ന് ബലിയെറുക്കണം. ബലിയെറുക്കന്നെ അല്ലാഹു തആല പറഞ്ഞ വാക്കല്ലേ. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, നിങ്ങളും നിങ്ങളെ മോനും കൂടിയിട്ട് കാബ പുനരുദ്ധാരണം ചെയ്യണം. ഇതും പാലിച്ചു. ഏതാ പാലിക്കാത്തത്? വ ഇബ്രാഹിം അല്ലദീ വഫാ,
വാക്ക് പാലിക്കുക എന്ന് പറയുന്നത് തഖ്വന്റെ വല്ലാത്തൊരു അടയാളമാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. കരാറുകളൊക്കെ പാലിക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. മറന്നുപോയത് അള്ളാഹു തആല ഓർമ്മിപ്പിച്ചു തരട്ടെ. പഴയ കാലത്ത് എഴുതി വെച്ചൊക്കെ ഉണ്ടാവും. ചിലർ പറയും, ചില നാട്ടിൽ ഇവിടെ ഒന്നും അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ, ഇവിടുത്തെ ഹാലൊക്കെ എനിക്കറിയാലോ, കുറച്ചൊക്കെ അറിയാം, ഉള്ളറിയില്ല. ചില നാട്ടിലൊക്കെ പോയാൽ പറയും, ലേലങ്ങനെ വിളിക്കുമ്പോഴേ വന്നിട്ട് പറയും, ഉസ്താദേ ആ ലേലപ്പം വിളിക്കുന്ന ആളില്ലേ, അയാളിൽ നിന്ന് പതുക്കെ ഒന്ന് വേറെ ആരെങ്കിലും വിളിച്ചാ ഉസ്താദ് കണ്ട് ഉറപ്പിച്ചോളി. അപ്പൊ എന്താ സംഗതി വെച്ചാല് മൂപ്പര് മുത്തക്കല്ലായിട്ടല്ല, മൂപ്പര് വിളിക്കാൻ നല്ല താല്പര്യമുണ്ട്, പക്ഷെ വിളിക്കാനേ ഉള്ളൂ, കൊടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല. എല്ലാ കൊല്ലം വിളിക്കും, ഒരു 10,000 എല്ലാ കൊല്ലം മൂപ്പര് വിളിക്കും. ആ 10,000 മൂപ്പര് ഇക്കൊല്ലം 10,000 വിളിച്ചോ, പടച്ചോനെ 995 തന്നെ ഇവിടെ കിട്ടാണ്ട്, അഞ്ഞും കിട്ടിയില്ല. 96-ലോ അന്നുകൊണ്ട് 10,000, 97-ലോ അന്നുകൊണ്ട് 10,000. എല്ലാ കൊല്ലം 10,000 കൂട്ടുമ്പോൾ തരാൻ ആകെ 1.5 ലക്ഷം 2 ലക്ഷം ഉണ്ട്. അപ്പൊ ഇക്കൊല്ലം 10,000 വിളിക്കുമ്പോൾ പതുക്കെ കതിഞ്ഞാ 10,000 ആരെങ്കിലും ഒന്ന് മാറ്റി പറഞ്ഞ ഉസ്താദ് വേഗം 3 വട്ടം തന്നെ സ്വലാത്തിലേക്ക്. ആള് ബുദ്ധിമുട്ടാക്കേണ്ട എഴുതിയിട്ടാണ്, ആ വാക്കുഞ്ഞ് പറഞ്ഞിട്ട് കൊടുക്കാക്കേണ്ട എഴുതിയിട്ട്. അങ്ങനെ ആകാൻ പാടില്ല. പറയുന്ന വാക്കൊക്കെ അനുസരിക്കണം, കൊടുക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. നല്ല കോലത്തിൽ ചില വാപ്പാരും ഉമ്മാരും മക്കളോട് പറയും, മോനെ SSLC-യിൽ ഇത്ര മാർക്ക് വാങ്ങിയാൽ, +2-ൽ ഇത്ര മാർക്ക് വാങ്ങിയാൽ ഇൻഷാ അള്ളാഹ് അടുത്ത കൊല്ലം ഉംറക്ക് പോകുമ്പോൾ നിന്നെയും കൊണ്ടുപോകും. ആ അടുത്ത കൊല്ലം ഉംറക്ക് കൊണ്ടുപോകുമ്പോൾ മോനെ കൊണ്ടുപോകാൻ തൗഫീഖിന് ദ്വാരക്കണം. പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് മാറ്റി തള്ളാൻ പാടില്ല. നമ്മളൊരു വാക്ക് പറഞ്ഞില്ല, അതിനെ സഹായിക്കാൻ അള്ളാഹിനോട് ദ്വാരക്കുക. അള്ളാഹ് സഹായിക്കും, പാലിക്കുകയും ചെയ്യണം. അള്ളാഹിനെ മുൻനിർത്തിയിട്ടല്ലേ വാക്ക് ഏൽക്കുന്നത്. ആ വാക്ക് ഏൽക്കാൻ അള്ളാഹു നമ്മളെ സഹായിക്കും. പക്ഷെ നല്ല നിയത്തോടെ കിട്ടും ചെയ്യും. അതുകൊണ്ട് അതിൽ കുഴപ്പമുണ്ടാകാൻ പാടില്ല. വാക്ക് പാലിക്കുന്നവരാകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാര്യമായിട്ട് ഈമാനിന്റെ ലക്ഷണമായിട്ട് എണ്ണിയൊരു കാര്യമാണത്. ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് ഉടനെ പാലിക്കുക. ഒരു വാക്ക് എന്താ വാക്ക് പറഞ്ഞാൽ ആ വാക്ക് ഉടനെ പാലിക്കുക. മഹാന്മാരൊക്കെ വലിയ സ്ഥാനങ്ങളിൽ എത്തിപ്പെട്ടത് എങ്ങനെയാണ്? ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഉസ്താദ് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഉമർ ഖാദി തങ്ങളെ വിളിച്ചു വരൂ എന്ന് പറഞ്ഞു. മമ്മിക്കുട്ടി ഖാദി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കൂടെ ഉമർ ഖാദി തങ്ങൾ അങ്ങനെ പോയി. വീട്ടിന്റെ മുറ്റത്തെത്തിയപ്പോ അവിടെ നിൽക്കാൻ വേണ്ടി ഉസ്താദ് പറഞ്ഞു. ഉസ്താദ് വീട്ടിലേക്ക് കയറി. ശിഷ്യൻ മുറ്റത്ത് നിൽക്കുന്ന ശ്രദ്ധയിൽ നിന്ന് മാറിപ്പോയി. ശിഷ്യൻ ഇവിടെ അങ്ങനെ നിർത്തിയിട്ടുണ്ട് എന്നുള്ളത് ഉസ്താദിന്റെ മനസ്സിൽ നിന്ന് ശ്രദ്ധ മാറിപ്പോയി. വീട്ടിലെ പല കാര്യങ്ങളിലും ശുഗലായി. തഹജ്ജുദിന്റെ നേരത്ത് കതക് തുറക്കുമ്പോ ഉമർ ഖാദി തങ്ങള് വീട്ടുമുറ്റത്ത് ഒരേ നിൽപ്പിലാണ്. അല്ല ഉമറേ, നിങ്ങളെന്താ ഇവിടെ? ഉസ്താദല്ലേ ഇവിടെ നിൽക്കാൻ വേണ്ടി ഇന്നലെ എന്നോട് പറഞ്ഞത്. ഞാൻ ഇരുന്നിട്ടില്ല, കിടന്നിട്ടില്ല, നടന്നിട്ടില്ല. നിൽക്കാൻ പറഞ്ഞിടത്ത് ഒരേ നൃത്തമാണ്. എല്ലാ പൊരുത്തങ്ങളും കൊടുത്തുപോയി, എല്ലാ സമ്മതങ്ങളും നൽകിപ്പോയി, എല്ലാ അംഗീകാരങ്ങളും കൊടുത്തുപോയി. ഉമർ ഖാദി തങ്ങൾ വലിയ പദവിയിലേക്ക് ഉയർന്നുപോയി. വാക്കുകൾ പാലിക്കുന്നത് വലിയൊരു തഖ്വയാണ്. വൽമൂഫൂന ബിഅഹ്ദിഹിം ഇദാ അഹദു വസ്സാബിരീന ഫിൽ ബഅസാഇ വല്ലറാഇ വഹീനൽ ബഅസ്. 3 ഘട്ടങ്ങളിൽ ക്ഷമ പാലിക്കണം. 1 ഫിൽ ബഅസാ, സാമ്പത്തിക പരാധീനത അനുഭവിക്കുമ്പോ ക്ഷമ പാലിക്കണം. സാമ്പത്തിക പരാധീനത വരുമ്പോ തൂങ്ങി മരിക്കരുത്. സാമ്പത്തിക പരാധീനത വരുമ്പോ മതം മാറിപ്പോകരുത്. സാമ്പത്തിക പരാധീനത വരുമ്പോ അനാവശ്യ മാർഗങ്ങളിലൂടെ സ്വത്ത് സംഭരിക്കരുത്. നല്ല ക്ഷമ പാലിച്ച് ജോലിക്ക് പോകണം. അഥവാ ജോലി കുറവായി പോയി, ജോലിക്കാരും വിളിക്കാത്ത സാഹചര്യം വന്നുപോയി, എന്നാലും എടുത്തു ചാടിയിട്ട് കവർച്ച നടത്തി പോകരുത്. വസ്സാബിരീന ഫിൽ ബഅസാ, സാമ്പത്തിക പരാധീനതയുടെ ഘട്ടത്തിൽ ക്ഷമ പാലിക്കണം. വല്ലറാ, ശരീരത്തിന്റെ വിഷമം വരുന്ന സമയത്തും ക്ഷമ പാലിക്കണം. അതേ മുട്ടുവേദനയാണ്, ഊരവേദനയാണ്, എന്നാലും കഴിവിന്റെ പരമാവധി നിസ്കരിച്ച് ക്ഷമ പാലിക്കണം. ഖുർആനോദി ക്ഷമ പാലിക്കണം. സുന്നത്തും നിർബന്ധവും കഴിവിന്റെ പരമാവധി ചെയ്ത് ക്ഷമ പാലിക്കണം. അള്ളാഹു ഇത്രയും കാലം ആരോഗ്യം തന്നില്ലേ എന്നൊരു ബോധം നമ്മുടെ മനസ്സിൽ നന്നായി ഉണ്ടാകണം. ശരീരത്തിന് ക്ഷീണം വരുമ്പോ, ചെറിയ പരിക്ക് പറ്റുമ്പോ നിർബന്ധങ്ങൾ മുഴുവനും കൈകഴിക്കുന്നൊരു സ്വഭാവം, അത് ക്ഷമയുടെ എതിരാണ്. ചെറിയൊരു രോഗം വരുമ്പോഴേക്ക് നിസ്കാരം മുഴുവനും മാറ്റിപ്പോകുന്ന സന്ദർഭം,
ഭക്ഷണം മാറ്റുന്നില്ല, ഉറക്കം മാറ്റുന്നില്ല, വിശ്രമം മാറ്റുന്നില്ല, സംസാരം മാറ്റുന്നില്ല, സന്തോഷം പങ്കിടുന്നത് മാറ്റുന്നില്ല. മാറ്റുന്നത് ഒന്നേ ഉള്ളൂ, നിസ്കാരമാണ്. അവിടെ ക്ഷമ പാലിച്ച് നിസ്കരിക്കണം. കണ്ടില്ലേ നിങ്ങൾ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, സുബ്ഹാനല്ലാഹ്, വലിയ ബാസൂറിന്റെ രോഗം വന്നു, മൂലക്കുരുവിന്റെ അസുഖം. അത് അനുഭവിക്കുന്ന ആളുകൾക്കറിയാമല്ലോ എത്ര ഡേഞ്ചർ ആണ് എന്ന്. പക്ഷേ ദർസ് നിർത്തുന്നില്ല. ഒരു ചെറിയ ചെമ്പട്ടി വെച്ച്, ഒരു ചെറിയ വട്ടപാത്രം വെച്ച് അതിന്റെ മേലെ ഇരുന്ന് ദർസ് നടത്തുകയാണ്. ആ പാത്രത്തിൽ രക്തം നിറയുമ്പോ കൊണ്ടുപോയി ഒഴിവാക്കുന്നു. അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയത ഫിദ്ദുനിയാ വൽ ആഖിറ. ശിഷ്യന്മാർ ചോദിച്ചു, ഉസ്താദേ, ഈ അസുഖമൊക്കെ മാറിയിട്ട് ദർസ് നടത്തിയാ പോരെ? അല്ല, ക്ഷമിക്കാനല്ലേ അള്ളാഹുവിന്റെ കൽപ്പന. രോഗം ബാധിച്ച് വിഷമം ബാധിച്ചിട്ടും മഹാന്മാര് കണ്ടില്ലേ, നടക്കുന്നത്, ഇരിക്കുന്നത്, നടന്നു വരുന്നത്, വളരെ വിഷമത്തോടെ വരുന്നത്, ഒന്നും മാറ്റുന്നില്ല. പൊള്ളുന്ന സമയത്തും ജമാഅത്തിന് വന്നിട്ട് വിയർത്തു കുളിച്ച ഒരു സ്വഹാബി മദീനത്തെ പള്ളിയിലേക്ക് കയറിയപ്പോ ഈ സ്വഹാബിന്റെ ശരീരത്തിന്റെ നനവ് കണ്ടിട്ട് ഒരു നല്ല സമ്പന്നരായ കുടുംബം ഒരു വാഹനം ശരിയാക്കി കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചപ്പോ, വേണ്ട നബിയേ, ഞാൻ എന്റെ നടത്തവും എന്റെ പൊടിപടലങ്ങൾ ശരീരത്തിൽ പകരുന്നതും എന്റെ ഈ വിയർപ്പിന്റെ കണങ്ങളും അള്ളാഹുവിൽ നിന്നൊരു കൂലി പ്രതീക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഉദ്ദേശിച്ചു പോയി. ചൂട് കൊള്ളുന്നതിൽ എനിക്ക് പരാതിയില്ല, വിയർത്തൊലിക്കുന്നതിൽ എനിക്ക് സന്ദേഹമില്ല. അത് മുഴുവനും അള്ളാഹു നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാന ഘട്ടത്തിൽ രോഗം ബാധിച്ച് ഞങ്ങൾ മദീനത്തെ പള്ളിയിൽ വന്നിട്ട് ഇരുന്നിട്ടാണ് സഹോദരങ്ങളെ ചില ജമാഅത്തുകൾക്കൊക്കെ ഇമാമായി നേതൃത്വം നൽകിയത്. ചെറിയൊരു പനി വരുമ്പോഴേക്ക് നമ്മൾ നിസ്കാരം ഒഴിവാക്കരുത്. കഴിവിന്റെ പരമാവധി നിസ്കരിക്കണം. നിൽക്കാൻ ചെറിയ ഒരു കഴിവുകേടുണ്ട്, ഇരുന്ന് നിസ്കരിക്കണം. ഇരുന്നിട്ടും വലിയ ഒരു സോക്കേട്, വലിയ സുഖം തോന്നില്ല, കിടന്നിട്ട് നിസ്കരിക്കണം. കഴിവിന്റെ പരമാവധി നിസ്കരിക്കാനുള്ള പറഞ്ഞ് ഇരിക്കാൻ കഴിയുന്നില്ല, അവിടെ കിടന്നോളി, കിടന്നിട്ട് നിസ്കരിക്കണം. കിടന്നുള്ള നിസ്കാരം പഠിക്കണമല്ലോ, അത് എളുപ്പം തന്നെയല്ലേ, വലിയ സാഹസമൊന്നുമില്ലല്ലോ. കിടന്നിട്ട് നിസ്കരിക്കണം. അല്ല, ഒരാൾ താങ്ങിയിട്ടാ നിസ്കരിക്കാൻ കഴിയും, താങ്ങിയിട്ട് നിസ്കരിക്കണം. ഒരു ചുമരിൽ ചാരി ഇരുന്നിട്ടാ നിസ്കരിക്കാൻ കഴിയുന്നുള്ളൂ, നേരത്തെ ഇരുന്നിട്ട് കഴിയുന്നില്ല, വീണു പോകുമെന്നൊരു പേടിയുണ്ട്, അങ്ങനെ നിസ്കരിക്കണം. എങ്ങനെയാണോ കഴിയുന്നത് അങ്ങനെ ചെയ്യണം. കഴിവ് തരുന്നവൻ അല്ലാഹുവല്ലേ. പക്ഷേ ആ പ്രതിസന്ധി ഘട്ടത്തിലും ക്ഷമ പാലിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. വസ്സാബിരീന ഫിൽ ബഅസാഇ വല്ലറാഇ വഹീനൽ ബഅസ്. മൂന്നാമത്തെ ഒരു ഘട്ടം, ഒരുപക്ഷേ ശത്രുക്കളുമായി പോരാടേണ്ടി വന്നൊരു ഘട്ടം ഇനിയും ആവർത്തിച്ചു വന്നാൽ നല്ല ക്ഷമ പാലിച്ചു മുന്നോട്ട് നീങ്ങണം. രാജ്യത്തിന്റെ ശത്രുക്കളായി വന്നിരുന്ന വൈദേശികരോട് പോരാടിയ ആളുകളില്ലേ ഇവിടെ? ഒരുപാട് ശുഹദാക്കളില്ലേ മുസ്ലിങ്ങളെ കൂട്ടത്തിൽ നിന്ന്? ഈ രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി, എല്ലാ മതക്കാർക്കും സ്നേഹത്തോടെ ജീവിക്കുന്നതിന് വേണ്ടി വിദേശികളായ ആളുകളെ, ഈ രാജ്യം മുഴുവനും കൊള്ളയടിക്കാൻ വേണ്ടി വന്നവരെ സന്ധിയില്ലാ സമരം നടത്തി പോരാട്ട രംഗത്ത് ക്ഷമയോടെ ഉറച്ചു നിന്നപ്പോൾ നമുക്കിന്ന് സന്തോഷത്തോടെ ഇവിടെ ജീവിക്കാൻ കഴിയുന്നു. ഒരുപക്ഷെ അങ്ങനത്തെ ഒരു ഘട്ടം ഇനിയും സംജാതമായി കൂടുന്നില്ല. ക്ഷമയോടെ മുന്നോട്ട് നീങ്ങണം. ഈ അടയാളങ്ങളൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു, ഉലൈകല്ലദീന സ്വദഖൂ വഉലൈക ഹുമുൽ മുത്തഖൂൻ. അവരാണ് സത്യവാന്മാർ, അവരാണ് മുത്തഖീങ്ങൾ. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതത്തിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. അല്ലാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. ഓ സഹോദരങ്ങളെ, സഹോദരിമാരെ, എല്ലാ ഘട്ടങ്ങളിലും അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാനുള്ള കഴിവ്, അത് വലിയ കഴിവാണ്. ഒഴിവ് കിട്ടുന്ന സന്ദർഭങ്ങൾ ഒരുപക്ഷെ തെറ്റുകുറ്റങ്ങളിലേക്ക് പ്രേരിക്കപ്പെടും. തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരാളെ കിട്ടുമ്പോ, ഒരു സന്ദർഭം കിട്ടുമ്പോ, ഒരു സൗകര്യം കിട്ടുമ്പോ തെറ്റുകുറ്റങ്ങളിലേക്ക് പോകാതെ ക്ഷമ പാലിക്കുന്ന മനുഷ്യന്റെ തഖ്വയില്ലേ, അത് വല്ലാത്തൊരു തഖ്വയാണ്.
തെറ്റുകുറ്റങ്ങൾ ചെയ്യാനുള്ള സൗകര്യങ്ങൾ സംവിധാനങ്ങൾ കിട്ടിയിട്ടും അതിലേക്കൊന്നും പോകാതെ ക്ഷമ പാലിക്കാനുള്ള തഖ്വയില്ലേ, അവനവന്റെ ശരീരത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ തഖ്വയാണത്. ആ തഖ്വക്കാണ് മഹാന്മാര് വലിയ സ്ഥാനം നൽകിയത്. അവിടെയാണ് അല്ലാഹു തആല വലിയ വിജയവും നൽകിയത്. നിങ്ങൾ കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം, നല്ല സൗന്ദര്യവതിയായ സലീഖ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പിറകിൽ ഓടിപ്പിടിച്ച് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തെ ആഗ്രഹിച്ചു വന്നപ്പോ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം മഅദല്ലാഹ് അള്ളാഹുവിനോട് കാവൽ ചോദിച്ച് പിന്മാറിപ്പോയി. വാതിലിന്റെ അടുത്തെത്തി വാതിലങ്ങ് തുറക്കുമ്പോ അസീസ് രാജാവ് വാതിലിന്റെ പുറത്ത് നിൽക്കുന്നു. രക്ഷപ്പെടാൻ വേണ്ടി പെട്ടെന്ന് സലീഖ പറഞ്ഞു, മൻ അറാദ ബിഅഹ്ലിക സൂഅൻ ഇല്ലാ അൻ യുസ്ജന ഔ അദാബുൻ അലീം. ഭർത്താവേ, നിങ്ങളെ വീട്ടുകാരിയായ എന്നെ കൊണ്ട് അനാവശ്യം ചിന്തിച്ച ഒരാളെ ഒന്നുകിൽ ജയിലിൽ അടക്കണം, അല്ലെങ്കിൽ വേദനയുള്ള ശിക്ഷ കൊടുക്കണമെന്ന് പെണ്ണ് പെട്ടെന്നങ്ങ് പറഞ്ഞപ്പോ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ തഖ്വക്ക് അല്ലാഹ് നൽകിയ സഹായം കണ്ടില്ലേ. വശഹിദ ഷാഹിദും മിൻ അഹ്ലിഹാ, സലീഖയുടെ കുടുംബക്കാരിൽപ്പെട്ട ഒരു സ്ത്രീയുടെ കുട്ടിയുണ്ട് തൊട്ടിലിൽ. എട്ടും പൊട്ടും തിരിയാതെ പാല് കുടിക്കുന്ന പ്രായത്തിലുള്ള കുട്ടിയങ്ങ് സംസാരിച്ചു. സംസാരത്തിന്റെ പ്രായം കുട്ടിക്ക് എത്തിയിട്ടില്ല. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ തഖ്വക്ക് അല്ലാഹു നൽകിയ ബഹുമാനമാണ്. എന്താണ് ആ കുട്ടി തൊട്ടിലിൽ വെച്ച് പറഞ്ഞത്? ഇൻകാന ഖമീസുഹു ഖുദ്ദ മിൻ ഖുബുലിൻ ഫസദഖത് വഹുവ മിനൽ കാദിബീൻ വഇൻകാന ഖമീസുഹു ഖുദ്ദ മിൻ ദുബുരിൻ ഫകദബത് വഹുവ മിനസ് സാദിഖീൻ. രാജാവേ, ഒരടയാളം പറഞ്ഞു തരാം. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കുപ്പായത്തിന്റെ മുൻഭാഗമാണോ കീറിയിരിക്കുന്നത്? സലീഖ പറയുന്നത് സത്യമാണ്. അതേ സമയത്ത് പിൻഭാഗമാണോ കീറിയിരിക്കുന്നത്? സലീഖ പറയുന്നത് ശുദ്ധ നുണയാണ്. ഫലമ്മാ റആ ഖമീസഹു ഖുദ്ദ മിൻ ദുബുരിൻ ഖാല ഇന്നഹു മിൻ കൈദികുന്ന ഇന്ന കൈദകുന്ന അദീം. പിൻഭാഗമാണ് കീറിയതായിട്ട് രാജാവ് കണ്ടത്. അപ്പോഴേക്ക് രാജാവ് പറഞ്ഞു, പെണ്ണേ, ഇന്നഹു മിൻ കൈദികുന്ന, ഇത് നിങ്ങളെ കൗശലത്തിൽപ്പെട്ടതാണ്, നിങ്ങളെ ചതിയിൽ നിന്ന് വന്നതാണ്. ഇന്ന കൈദകുന്ന അദീം, നിങ്ങളെ ചതി വല്ലാത്ത ചതിയാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് കാവൽ ചോദിച്ച് മാറിപ്പോയപ്പോ സംസാരത്തിന് പ്രായമെത്താത്ത കുട്ടിയെ കൊണ്ട് അല്ലാഹു തആല സഹായിച്ചു. മുത്തഖീങ്ങളായി നമ്മൾ ജീവിക്കണം, തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കണം, പരിശുദ്ധിയോടെ ജീവിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ സദസ്സ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ.